ഇതിൽ മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ഹോസ്റ്റാക്കി സഹോദരങ്ങളായിരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വെയിറ്റിംഗ് റൂമിലോട്ട് ഓണാക്കും. അപ്പോൾ നിങ്ങൾ വരുന്നവരെ പേരുകൾ നോക്കി അവരെ അഡ്മിറ്റ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഷെയർ ചെയ്യുന്ന ആളുകൾ, അവർക്ക് നമുക്കൊരു അവയർനെസ് ആണത്. അതുകൊണ്ട് അവയർനെസ്സോടെ നിങ്ങൾക്ക് ഇരിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പം വരുന്ന ആൾക്കാരെ നോക്കുക. വെയിറ്റിംഗ് റൂമിൽ ഞാൻ ഓൺ ആക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ, പ്രത്യേകിച്ച് യൂട്യൂബിൽ നിന്നൊക്കെ ജോയിൻ ചെയ്യുന്നവർ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്വന്തം പേരിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകുന്ന ഒരു പേര്, പ്രത്യേകിച്ച് ഫോണിൻ്റെ കോഡുകൾ ഇടാതെ പേരുകൾ ഏതെങ്കിലും ഒരു പേരെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇടുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടൊട്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും നടക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നതോളം അന്യഭാഷകളിൽ പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവാത്മാവിൻ്റെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. നമ്മൾ തുടർമാനമായി ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിചയപ്പറ്റിയാണ്. ജീവിതം വചനത്താൽ പരിച കെട്ടണം. എല്ലാ ദിവസവും എണീക്കുമ്പോൾ പരിച ഉറപ്പിക്കണം. പരിച ഉറപ്പിച്ച് എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വചനം എന്ന വാളുകൊണ്ട് വെട്ടി മുന്നേറുവാൻ കഴിയത്തുള്ളൂ. പരിചയം എടുക്കാത്തൊരു പടയാളി പരാജയപ്പെടും. വാളുകൊണ്ട് മാത്രം ജയിക്കുവാൻ കഴിയത്തില്ല, പരിചയം കൂടെ ആവശ്യം. കാര്യം ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ. അപ്പോൾ വചനം കൊണ്ട് പൊതിയണം. എല്ലാ ദിവസവും പറയണം, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു രോഗബാധയും ഒരു ശാപവും ഒരു ദുഷ്ടശക്തിയും എന്നെ തൊടത്തില്ല. പാമ്പുകളെ ആ വചനങ്ങളൊക്കെ പറഞ്ഞ് ദിവസവും നിങ്ങൾ പൊതിയണം. വചനങ്ങളാൽ പൊതിയണം. ആ നിങ്ങളുടെ ഡിഫെൻസീവ് സിസ്റ്റത്തെ നിങ്ങൾ ഏത് രീതിയിലും ബലപ്പെടുത്തണം. ആമേൻ. സ്വർഗം നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. വലിയ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നന്മകൾക്കായി നിന്ന് കർത്താവ് സ്തുതിക്കുന്നല്ലോ. നന്ദി യേശുവേ. എൻ്റെ ഉള്ളത്തിൽ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ജോയിൻ ചെയ്ത് വരുന്നുള്ളെങ്കിലും പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ പ്രേരണ വരുവാണ്. ശ്രീജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ജനുവരി മാസത്തിൽ ജനനം നടന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് ശ്രീജയുടെ ഭവനം ഏതാണോ ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഇന്ന് എന്നോട് ഉള്ളത്തിൽ തമ്പുരാൻ പറയുന്നു, ഇന്ന് 3.5 വർഷമായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് കയറിക്കൂടിയ ഒരു പ്രതിസന്ധി യേശുവിൻ്റെ നാമത്തിൽ ശ്രീജയുടെ ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുവാണ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. എവിടെ ഇരുന്നുകൊണ്ടാണോ ശ്രീജ കേൾക്കുന്നത്, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വഴിത്തിരിവിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ സഹോദരി ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണം. കർത്താവിൻ്റെ അത്ഭുതകരം ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ചെയ്യുന്നു. ആമേൻ. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നടത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നേരിട്ടുള്ള പ്രാർത്ഥന മാർച്ച് മാസം 31 തീയതി മുതൽ, അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 31 തീയതി മുതൽ കണ്ണൂർ നമ്മുടെ പ്രാർത്ഥന. അതിനുശേഷം നമ്മൾ ട്രിവാൻഡ്രത്ത് അടുത്ത പ്രാർത്ഥന. ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്ന സമയമാണ്. അപ്പം നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് വരാനും സാധിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് റഫായിട്ടുള്ളൊരു ഡേറ്റ് ആണ്. ഇതിന് നേരത്തെ പറയാൻ കാരണം ഒന്ന് പ്രിപ്പയർ ആകാൻ വേണ്ടിയാണ്. നമ്മൾ ഹോളുകൾ ബുക്ക് ചെയ്തിട്ടില്ല, ഹോളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 31 ഇപ്പോൾ ഏകദേശം കൺകൂടിയിരിക്കുന്ന ഒരു ടൈമാണ്. മാർച്ച് 31 കണ്ണൂരും നമ്മുടെ ഏപ്രിൽ 6
ട്രിവാൻഡ്രത്തും അതിനുശേഷം തൊടുപുഴ 7-നോ 8-നോ പ്ലാൻ ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാര്യം എനിക്ക് ചുരുങ്ങിയ സമയങ്ങളേ ഉള്ളൂ, 1.5 ആഴ്ച 2 ആഴ്ച കഷ്ടി ടൈമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ പ്രയറുകളെല്ലാം ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നേരിട്ട് വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കണ്ണൂർ കോഴിക്കോടും ഒക്കെ ഉള്ളവരെ, വയനാടൊക്കെ ഉള്ളവരെ, എനിക്കറിയാം ദൂരെ കൂടുതലുണ്ട്, എങ്കിലും നമുക്ക് വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന ഒരു അവസരമാണ്. നിങ്ങളത് മാക്സിമം നോക്കുക. പിന്നെ നിങ്ങൾ എത്ര പേര് വരുന്നുള്ളത്, സീറ്റുകൾ ബുക്ക് ചെയ്ത് ഫ്രീ ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, യൂട്യൂബിലെ കാണുന്നവർ, നമ്മളിപ്പം ഒരു കൺഫ്യൂഷൻ്റെ അകത്ത് നിൽക്കുവാണ് ഹോള് ബുക്ക് ചെയ്യുന്ന കാര്യത്തിൻ്റെ അകത്ത്. കാരണം കണക്ക് വെച്ച പ്രകാരം ഹോള് ബുക്ക് ചെയ്താൽ പിന്നീട് വന്ന ആൾക്കാർക്ക് പിന്നെ അവിടെ കോട്ടയത്ത് പിന്നെ നമുക്കങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നു. അവർ ഹോള് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് മാറ്റാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നുകൊണ്ട് കോട്ടയത്ത് അങ്ങനെ സാധിച്ചു. എല്ലാ ഹോളും പറ്റിയില്ല. എറണാകുളത്തും അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ഓവർഫ്ലോ ഉണ്ടായിരുന്നു, അവിടെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. എല്ലാ ഹോളും അങ്ങനെ സൗകര്യം ഉള്ളതല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ നേരത്തെ തന്നെ സീറ്റുകൾ, നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഡീറ്റെയിൽസുകളോ ഒന്നും പറയണ്ട. നിങ്ങൾ ആ പ്രെയർ ലൈനിൽ വിളിച്ചിട്ട് നിങ്ങളുടെ എണ്ണം മാത്രം പറയാം, എത്ര പേര് വരുന്നുള്ളത്. അതനുസരിച്ച് ഈ 3-4 ദിവസത്തിൻ്റെ അകത്ത് നമ്മൾ ഹോള് ഈ 31 വെച്ച് കണ്ണൂരും, മാർച്ച് 31 കണ്ണൂരും, ഏപ്രിൽ 6-ാം തീയതി എറണാകുളത്ത് ട്രിവാൻഡ്രത്ത് നമ്മൾ ബുക്ക് ചെയ്യും. അതിന് ശേഷം കൊല്ലത്തുള്ളവർക്ക് നിങ്ങൾക്ക് കൊല്ലത്ത് നമ്മൾ പ്രാർത്ഥന വെച്ചതാണ്, ട്രിവാൻഡ്രത്ത് വെച്ചിട്ടില്ല. കൊല്ലത്തുള്ളവരും മറ്റു അവിടെയുള്ള തിരുവനന്തപുരത്തിൻ്റെ ചുറ്റുവട്ടമുള്ള ആൾക്കാരും ഒക്കെ അവിടെ വരിക. തിരുവനന്തപുരത്തോട് വരിക. കൊല്ലത്തിന് ഈ പ്രാവശ്യം പ്രത്യേകിച്ച് മീറ്റിങ്ങില്ല. പ്രയർ സ്റ്റേഷൻ നമ്മൾ ഓൾറെഡി വെച്ചു. വലിയ പ്രയർ അവിടെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതുകൊണ്ട് ഈ പ്രാവശ്യം തിരുവനന്തപുരത്താണ്, വെക്കാത്ത സ്ഥലങ്ങളിലാണ് വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗത്തുള്ളവരൊക്കെ വരിക. കൊല്ലവും തിരുവനന്തപുരം ഒന്നും വലിയ ദൂരമൊന്നുമില്ല. കാര്യം പല ആൾക്കാരും എന്താ പറയുന്നത്, കണ്ണൂർ വരെ കോട്ടയത്തു നിന്ന് വന്നവരുണ്ട്. അപ്പം ദൂരം നോക്കരുത് നിങ്ങൾ. കണ്ണൂർ പ്രാർത്ഥന വെച്ചപ്പം കൊല്ലത്തുനിന്നും കോട്ടയത്തു നിന്നൊക്കെ ആൾക്കാർ വന്നു. ഇനി കോട്ടയത്ത് പ്രാർത്ഥന വെച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ദൂരം നോക്കിയാൽ വീട്ടിൽ ഇരിക്കത്തുള്ളൂ നമ്മൾ. പക്ഷേ നമ്മൾ കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കണം, കർത്താവിൻ്റെ നാമത്തിൽ കൈവപ്പ് ശുശ്രൂഷ ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ നേരത്തെ തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. കർത്താവിൻ്റെ നാമത്തിൽ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്, മിസ്സാക്കരുത്. നമ്മുടെ കഴിവുകൊണ്ട് പ്രവർത്തിക്കുകയല്ല, പരിശുദ്ധാത്മാവ് ഇടപെടും, ദൈവാത്മാവ് സംസാരിക്കും. ദൈവാത്മാവിൻ്റെ വലിയ കൃപയാൽ ഞാൻ പറഞ്ഞ പലപ്പോഴും ബ്രദറിൻ്റെ കഴിവുകൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ല. പക്ഷേ അഭിഷേകം, ദൈവം തന്ന അഭിഷേകമാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രാർത്ഥിച്ചുകൊണ്ട് വരിക, എന്നോട് കർത്താവ് ഇടപെടണം. ദൈവം എന്നോട് രോഗികളായി ഭാരപ്പെടുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരണം. ഓട്ടോക്കൂലി മുടക്കിയാണെങ്കിലും വണ്ടിക്കൂലി കാറൊക്കെ ഉള്ളവർ കാറെ കയറ്റിക്കൊണ്ട് വരണം. ഓട്ടോറിക്ഷ പിടിക്കാൻ ആകത്തുള്ളവർ ഓട്ടോറിക്ഷയിലൊക്കെ ആൾക്കാരെ, രോഗികളെ കയറ്റിക്കൊണ്ട് വരിക. രോഗികളോട് അവിടെ പറയണം, യേശു അത്ഭുതം ചെയ്യും. രോഗസൗഖ്യ വിടുതൽ പ്രാർത്ഥനകളുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമായതുകൊണ്ട് തീർച്ചയായിട്ടും രോഗികളെ ദൈവം സൗഖ്യം. രോഗികളെ കൂട്ടിക്കൊണ്ട് വരിക, രോഗികളെ ചേർത്ത് കൊണ്ടുവരിക. അവിടെ ഇപ്പോഴേ പറയണം, നമുക്കൊരു പ്രാർത്ഥനയുണ്ട്, യേശുവോട് അത്ഭുതം ചെയ്യും, അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തണം. ഇന്നു മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യും. ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക്. സിസ്റ്ററെ മാർച്ച് 31 ഇപ്പം നമ്മൾ ഏകദേശം പറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് വലിയ സമയമില്ല, അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ആൾക്കാരിലേക്ക് എത്തിപ്പെടട്ടെ. ഞാൻ അതിന് ശേഷം വരും ദിവസങ്ങളിൽ അതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളത് അനേകർ കൊടുക്കുക. ഏപ്രിൽ 6 സോറി മാറിപ്പോയി. ട്രിവാൻഡ്രത്ത് ഏപ്രിൽ 6. ട്രിവാൻഡ്രം ഏപ്രിൽ 6-നും മാർച്ച് 31 കണ്ണൂരുമാണ്. നമ്മൾ 2 സ്ഥലത്തും ഹോള് ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഡേറ്റ് മുൻകൂർ പറഞ്ഞത്. നിങ്ങൾക്കിപ്പം ലീവ് എടുക്കണമെങ്കിൽ പ്രിപ്പയർ ആകുക. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ എടുക്കാൻ വേണ്ടിയാണ് ഇത് മുൻകൂർ പറയുന്നത്. ആ സമയത്ത് അവൈലബിൾ ആകുക. പ്രാർത്ഥിക്കുക. നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാനും ഒക്കെ ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ നേരിട്ടാണ് വരുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ നേരെ നിങ്ങൾ പറയുവാണ്, നേരിൽ വരുന്നുണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി. അതിൻ്റെ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം സിസ്റ്റർ. ബാക്കി കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് ചുരുങ്ങിയ സമയങ്ങളേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടുന്ന് വരുന്നത് ചുരുങ്ങിയ സമയത്തിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും യാത്രയുണ്ട്. ട്രിവാൻഡ്രവും കണ്ണൂരും തമ്മിൽ നമുക്കറിയാം നല്ല ദൂര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് യാത്രയ്ക്ക് തന്നെ നമുക്ക് 2-3 ദിവസം എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ഈ സമയം കൊണ്ട് 2 ആഴ്ച കഷ്ടി എനിക്കുള്ള അവധി. അപ്പോൾ ഈ അവധിക്കകത്ത് 10, 14, 15, 12, 13 ദിവസത്തിനകത്ത് എല്ലാം ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഈ 3 മീറ്റിംഗ് ആകുമ്പോഴത്തേനും നമ്മുടെ സമയങ്ങൾ ഏകദേശം അവസാനിക്കും. അതുകൊണ്ട് നിങ്ങളത് മിസ്സാക്കരുത് ആ ചാൻസ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ടൈം അനുസരിച്ച്, പ്രത്യേകിച്ച് നമുക്ക് ഈസ്റ്ററൊക്കെ വരുന്ന സമയമാണത്. പിന്നെ അത് മാത്രമല്ല, ഒത്തിരി അവധികൾ വരുന്ന സമയമാണ്. അതെല്ലാം നോക്കിയിട്ടാണ് പ്രയറുകളെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ബാക്കി അപ്ഡേഷൻ പറയുന്നതായിരിക്കും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വേഗത്തിൽ വചനത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇത് യൂട്യൂബിലും, നമുക്ക് സൂമിൽ ഡെയിലി കാണുന്നവർക്ക് ഇതറിയാം. യൂട്യൂബിൽ കാണുന്നവർക്ക് വേണ്ടിയൊക്കെ ഉള്ളതാണ്. ഇത് ഷെയർ ചെയ്യുക. കർത്താവിൻ്റെ നാമത്തിൽ നേരിട്ട് വന്ന് നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുക. ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്,
സീറ്റ് ബുക്ക് ചെയ്യണം. കറക്റ്റ് സീറ്റായിരിക്കും എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ ചെയ്തേക്കുന്ന കാര്യം. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കിയിട്ടും കാര്യമില്ല. കറക്റ്റ് സീറ്റുകളായിരിക്കും. അതുകൊണ്ട് സീറ്റ് ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കേണ്ട, അത് ഫ്രീ ആണ്. പക്ഷെ നിങ്ങൾ സീറ്റുകളെ ബുക്ക് ചെയ്യുക, എത്ര പേര് ബുക്ക് ചെയ്യുക, അത് അനുസരിച്ച് ക്രമീകരിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തിയാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നല്ലോ. വേഗത്തിൽ ഞാൻ വചനത്തിലേക്ക് പോവാണ്. ഇവിടെ വാക്യത്തിൽ പറയുന്നു, സങ്കീർത്തനം 36-ാം സങ്കീർത്തനത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്: ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയതും മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൽ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നോക്കിക്കേ, നിന്റെ ദയ എത്ര വലിയത്. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ചു തൃപ്തി പ്രാപിക്കുന്നു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ആലയത്തിൽ പുഷ്ടിയുണ്ട്, അവിടെ തൃപ്തി ഉണ്ടെന്ന് പറഞ്ഞാട്ടെ. ആലയത്തിൽ പുഷ്ടിയുണ്ട്, അവിടെ തൃപ്തി ഉണ്ടെന്ന് പറഞ്ഞ്. ആലയത്തിൽ പുഷ്ടിയുണ്ട്, അവിടെ ആമേൻ. നമ്മളിന്ന് ദൈവത്തിന്റെ ആലയത്തെ പറ്റി കേൾക്കാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ ആലയം എന്താണെന്നുള്ളത് കേൾക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വെയിറ്റിംഗ് റൂം എനേബിൾ ആക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ സഹോദരങ്ങൾ കോഹോസ്റ്റ് ചെയ്യുന്നവരെ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. മുകളിൽ പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്യാൻ വരുന്നവർ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. ജസ്റ്റ് അവരെ അഡ്മിറ്റ് ചെയ്യുക, പേരുകൾ നോക്കി അവരെ അഡ്മിറ്റ് ചെയ്യുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അഡ്മിറ്റ് ചെയ്യാൻ നോക്കുക, ഒരു സഹോദരങ്ങൾ വരുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തരാകുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിങ്ങൾ ആ വാക്ക് കണ്ടോ? ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം ശ്രദ്ധിച്ചോണം. നിന്റെ ആലയത്തിൽ പുഷ്ടിയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിൽ പുഷ്ടിയുണ്ട്, അവർ അത് അനുഭവിച്ച് തൃപ്തരാകുന്നു. അടുത്തത്, നിന്റെ ആലയത്തിൽ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നമുക്ക് ഈ 2 വാക്യം പെട്ടെന്ന് തന്നെ മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് 21-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ വേഗത്തിൽ അങ്ങ് പോവാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, യേശു ദേവാലയത്തിൽ ചെന്ന്, ദേവാലയത്തിൽ വിൽക്കുന്നവരും കൊള്ളുന്നവരുമായ എല്ലാവരെയും പുറത്താക്കി പൊൻപാണിവക്കാരുടെ മേശകളെ പ്രാവുകളെയും വിൽക്കുന്നവരെയും പീഠങ്ങളെയും മറിച്ചു കളഞ്ഞവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യെരൂശലേം ദേവാലയത്തെ നോക്കി പറഞ്ഞതാണെങ്കിലും യെരൂശലേം ദേവാലയം ഇടിഞ്ഞുപോയി. AD 70 എന്ത് സംഭവിച്ചു? യെരൂശലേം ദേവാലയം തകർന്നുപോയി. യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ത് ചെയ്തു? തകർന്നുപോയി. അപ്പൊ പിന്നെ ഏതാണ് ഈ ആലയം എന്ന് പറയുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ പറ്റും, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നോക്കിക്കേ, നിങ്ങൾ ദൈവത്തിന്റെ ദാനമായി, നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരമാണ് ടെമ്പിൾ. എന്റെ കൂടെ പറഞ്ഞാട്ടെ, എന്റെ ശരീരമാണ് പുതിയ നിയമത്തിലെ ആലയം എന്ന് പറ. എന്റെ ശരീരമാണ് പുതിയ നിയമത്തിലെ ആലയം. ആമേൻ. പുതിയ നിയമത്തിലെ പള്ളി എന്ന് പറയുന്നത്, പുതിയ നിയമത്തിലെ പള്ളി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരമാണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട്, കൈപ്പണിയായ ക്ഷേത്രത്തിൽ ദൈവം വസിക്കുന്നില്ല. അതിന്റെ കാരണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരമാണ്. നോക്കിക്കുക, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. കണ്ടോ? അപ്പൊ നമ്മുടെ ശരീരമാണ് പുതിയ നിയമത്തിലെ മന്ദിരം. സങ്കീർത്തനം 36 പറയുന്നു, നിന്റെ ആലയത്തിന്റെ പുഷ്ടി. കണ്ടോ? അപ്പൊ ആലയത്തിൽ പുഷ്ടിയുണ്ട്, അത് അനുഭവിച്ചു തൃപ്തി പ്രാപിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞ ആനന്ദ നദി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. എന്താന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? ബൈബിൾ വായിച്ചവർക്ക് എന്താ യേശു പറഞ്ഞു? ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. കണ്ടോ? ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിൽ നിന്നാണ് ഈ ഒഴുക്ക് മൊത്തവും.
യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് എന്താണ് ഒരു ഒഴുക്ക്? എങ്ങനെയാണ് ഒഴുക്കണമെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 7-ാം വാക്യത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ അവിടെ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. അടുത്ത വാക്യം, ഇത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാകയാൽ ആത്മാവ് വന്നിരുന്നില്ല. കണ്ടോ? അപ്പൊ യേശു ഇത് പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഫ്ലോ വന്നില്ല, അവിടെ ഒഴുക്ക് വന്നില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മർക്കോസിന്റെ മാളികമുറിയിൽ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ വലിയൊരു ഒഴുക്കുണ്ടായി. ആത്മാവിൽ നിറഞ്ഞ് ഒരു ഒഴുക്കുണ്ടായി. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ ആലയത്തിന്റെ പുഷ്ടി അവർ അനുഭവിച്ചു. ഓ യേശുവേ, നിങ്ങൾ ദൈവത്തിന്റെ ചലിക്കുന്ന ദൈവത്തിന്റെ പെട്ടകമാണ് ദൈവമക്കൾ. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സൈന്യം അതിനെ കൊണ്ടുവച്ചു ദൈവത്തിന്റെ പെട്ടകത്തെ. പിറ്റേ ദിവസം നോക്കിയപ്പോഴേക്കും ദാഗോന്റെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ തല തകർന്ന് താഴെ കിടക്കുന്നത് കാണാൻ പറ്റി. അതിന്റെ കാരണം എന്തായിരുന്നു? ദൈവത്തിന്റെ ആലയം ഇരിക്കുന്നിടത്ത് മറ്റൊരു ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. മറ്റൊരു ശക്തിക്ക് അവിടെ വാഴ്ച നടത്തുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പെട്ടകം ഇരുന്നിടത്ത് ദാഗോന്റെ തല തകർന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പിശാചിന്റെ ശക്തികൾ തകരും. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ ആലയത്തിന്റെ പുഷ്ടി. ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം, വചനത്തിൽ പറയുന്നത് പോലെ അഭിഷേകം നുകങ്ങളെ ഒടിക്കുമെന്നാണ്. യോക്ക് ഷാൽ ബി ഡിസ്ട്രോയിഡ് ബിക്കോസ് ഓഫ് ദ അനോയിന്റിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. അനോയിന്റിംഗ്, അഭിഷേകം നിമിത്തം, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം അവിടെ എന്തു സംഭവിക്കും? സകല നുകങ്ങളും ഒടിയും. ഇനി ശ്രദ്ധിച്ചോണം, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പിന്നെ വരുന്ന സമയത്ത് താഴോട്ടൊരു വാക്യമുണ്ട്, നിന്റെ പക്കൽ ജീവന്റെ ഉറവ ഉണ്ട്. നോക്കിയേ, നിന്റെ പക്കൽ ജീവന്റെ ഉറവകളുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിന്റെ പ്രകാശങ്ങളിൽ ഞങ്ങൾ പ്രകാശം കാണും. ഹല്ലേലൂയ. നിന്റെ പ്രകാശങ്ങളിൽ ഞങ്ങൾ പ്രകാശം കാണും. ഹല്ലേലൂയ. നിന്റെ പ്രകാശങ്ങളിൽ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ പ്രകാശങ്ങൾ കാണുന്നു. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥന ലെഫ്റ്റ് ആകരുതേ. ലെഫ്റ്റ് ആയാൽ കയറാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, കുറച്ചുമ്പോൾ ലീറ്റിങ്, ചിലപ്പോൾ കുറച്ചുമ്പോൾ ലോക്ക് ചെയ്യും. ആമേൻ. ഇവിടെ നോക്കുക, നിങ്ങൾ നിന്റെ ആലയത്തിന്റെ പ്രകാശം. അപ്പം നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. ഇതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു ആദ്യം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അത് കഴിഞ്ഞ് യേശു പറയുകയാണ്, നിങ്ങൾ ലോകം. അതിന്റെ അർത്ഥം എന്തുവാണെന്നറിയാവോ? ഞാൻ നിങ്ങളുടെ ഉള്ളത്തിൽ വരും. ആമേൻ. അപ്പൊ ഒരു വിശ്വാസി ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമാണ് വിശ്വാസി. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആലയമായ വിശ്വാസി, ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്തുനിന്ന് ഒരു ഒഴുക്കുണ്ടാകുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചോണേ, എങ്ങനെയാണ് ഒരു വിശ്വാസി ദൈവത്തിന്റെ മന്ദിരമാകുന്നത്? മത്തായിയുടെ കൊരിന്ത്യർക്കെതിരെ ലേഖനം വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ബൈബിളിൽ പറയുന്നു, ഈ വാക്ക് നോക്കുകയെ, കള്ളന്മാർ, വിഗ്രഹാരാധികൾ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും പ്രവചിച്ചു. അപ്പൊ ദൈവം യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവം നിങ്ങളെ കഴുകുകയാണ്. കണ്ടോ? നമ്മളെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിന് എൻ്റെ ഉള്ളത്തിൽ വസിക്കേണ്ടതിന് ദൈവം തന്റെ യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കുന്നു. ദൈവം ശുദ്ധീകരിച്ചതിന് ശേഷം എൻ്റെ ഉള്ളത്തിൽ വന്നിരിക്കുന്നു. ഇതാണ് രക്ഷാമാർഗം എന്ന് പറഞ്ഞത്. ദൈവം എന്നിൽ വസിക്കുന്നു. എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയണം, ഞാനിപ്പോൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവം എന്നിൽ വസിക്കുന്നു. ആമേൻ. ഇനി ദൈവം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ ആലയമായ നിങ്ങൾ, നോക്കി ഈ വാക്ക് കണ്ടോ? ഈ വാക്ക് നിങ്ങൾ കണ്ടോ? നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
അടുത്തത്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് ആരും പറയിൻ കീഴിലല്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്, അത് വീട്ടിലുള്ളവർക്കെല്ലാം പ്രകാശം. എൻ്റെ പ്രിയരെ നോക്കിക്ക്, യേശുവിനെ കർത്താവായി സ്വീകരിച്ച നിങ്ങൾ ആ കുടുംബത്തിന്റെ വിളക്കാണ്. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം, ഈ വിളക്കിന്റെ പ്രത്യേക യേശു പറഞ്ഞ വാക്കിലേക്ക് നമുക്കൊന്ന് വരാം. മത്തായിയുടെ സുവിശേഷം 21-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം. കണ്ടു, ഈ വാക്ക് മറന്നു പോകരുത്. പ്രാർത്ഥന ആലയമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങൾ പ്രാർത്ഥിക്കും തോറും നിങ്ങളുടെ അകത്തു നിന്ന് നദി ഒഴുകും. ഈ നദി നിങ്ങളുടെ കുടുംബത്തെ മുക്കും. ഈ നദി കുടുംബത്തിൽ നിന്നും പുറത്തോട്ട് ഒഴുകും. എന്ത് ചെയ്യണം? ആലയം പ്രാർത്ഥനാലയം. ഇപ്പൊ മനസ്സിലായ താക്കോൽ എന്നാന്ന്? പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നദി ഒഴുകും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പ്രാർത്ഥനയ്ക്ക് പോയാലല്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നദി ഒഴുകും എന്ന് പറ. യേശു പറഞ്ഞു എൻ്റെ ആലയം. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? യേശുവിന്റെ ആലയമായ നമ്മുടെ ശരീരം പലപ്പോഴും ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം കണ്ട് അവരെ പുറത്താക്കി, പൊൻപാണിവക്കാരുടെ മേശമൊക്കെയും പ്രാവുകളെയും വിൽക്കുന്നവരെയും ഇവിടുത്തെ മറിച്ചു കളഞ്ഞു. അവരോട് പറയുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുകയാണ് നമ്മുടെ ഭവനം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാതിരിക്കുന്ന ഓരോ വിശ്വാസിയും കള്ളന്മാരുടെ ഗുഹയാണ്. കണ്ടോ? അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആലയത്തിൽ നിന്നും നദി ഒഴുകത്തില്ല. ആലയത്തിൽ നിന്നും നദി ഒഴുകുന്നില്ല. ഇവിടെ യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കി, മത്തായി നോക്കി, സങ്കീർത്തനം ഈ വാക്ക് നോക്കിക്കേ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. ആദ്യം പറയുന്നു, നിന്റെ ആലയത്തിൽ പുഷ്ടി ഉണ്ടാകും. എന്റെ അർത്ഥം, ദൈവമക്കളെ, യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നിങ്ങൾ പുഷ്ടി പ്രാപിക്കും. ആത്മീയമായും ഭൗതികമായും ശാരീരികമായും നിങ്ങൾ പുഷ്ടി പ്രാപിക്കും. പറഞ്ഞേ, ഞാൻ യേശുവിന്റെ ആലയമാണ്, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് പറ. ഞാൻ ദൈവത്തിന്റെ ആമേൻ. നോക്കിക്കേ, അപ്പൊ ദൈവത്തിന്റെ മന്ദിരമായ നിങ്ങൾ, കർത്താവിന്റെ ശരീരമാകുന്ന നിങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങൾ, ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായ നിങ്ങൾ എല്ലാവരും, ഒരു സെക്കൻഡ്, നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഈ നമ്പറിൽ ഇട്ടേക്കുന്നവർ, നിങ്ങളുടെ പ്രൊഫൈലിൽ ആ തൊട്ടുമുകളിൽ തന്നെ റീനെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, റീനെയിം ചെയ്യാൻ പറ്റുന്ന ആ പേര് എന്തെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന 55 എന്നും 555 എന്നൊക്കെ ഇടാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള പേരിട്ടു. നിങ്ങൾ സ്വന്തം പേരിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു പേര് അവിടെ ഇടണേ. ആമേൻ. ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നിന്റെ ആലയത്തിന്റെ പുഷ്ടി അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിന്റെ നദി അവരെ കുടിപ്പിക്കുന്നു. നോക്കി, ഇത് കുടിക്കണം നമ്മൾ. കണ്ടോ? ആലയത്തിലുള്ള നദി കുടിക്കണം. യേശു പറഞ്ഞു, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളായ മഹാദിനമായ ഒടുക്കത്തെ നാൾ എന്നുകൊണ്ട് പറയും, എന്നിൽ ദാഹിക്കുന്ന ഏവരും ഓടിയോ. അപ്പൊ ദാഹമുള്ളവരാരാ? എല്ലാ ദിവസവും ആത്മാവിൽ, നിങ്ങളെ വാക്കുകൊണ്ടോ, ഈ വാക്കുകൊണ്ടോ, നിന്റെ ആനന്ദ നദിയിൽ നീ അവരെ കുടിപ്പിക്കുന്നു. ഓ ജീസസ്, ഇത് കുടിക്കണം നമ്മൾ. പരിശുദ്ധാത്മാവിൽ നമ്മൾ കുടിക്കുന്നത് എങ്ങനെ? പ്രാർത്ഥിക്കുമ്പോൾ നിറയും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ നിറയും. കുടുംബത്തിന്റെ അകത്ത് പ്രാർത്ഥന വേണം. നിങ്ങളെ വാക്ക് നമ്മൾ നോക്കി, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. കണ്ടോ? മറഞ്ഞിരിക്കാൻ പാടില്ല. ഇവിടെ രണ്ടും ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ ആരും പറയുടെ കീഴെ വെക്ക. നമുക്കറിയാം, പറയെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഒരു വസ്തു അല്ലെ, മറച്ചു വെക്കാൻ പറ്റുന്നതാ. അത് തണ്ടിന്മേലെടുത്ത് വെക്കണം, പൊങ്ങി വെക്കണം. കുടുംബത്തിൽ ഏറ്റവും ഉയർച്ചയിൽ നിങ്ങൾ നിൽക്കണം. ഭർത്താവോ ഭാര്യയോ മക്കളോ വേണം, അമ്മച്ചി അച്ചായ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കെനിക്ക് വേണ്ടി. ഈ കുടുംബത്തിലെ വെളിച്ചമാണ് പ്രാർത്ഥിക്കുന്നവര്. അവര് പറയും നിങ്ങളെ പറ്റി. നോക്കിയേ, ഇത് തണ്ടിന്മേലാണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും പ്രകാശം കാണുന്നു. ഞങ്ങൾ എപ്പോഴും പറയത്തില്ലേ, എൻ്റെ ബദറെ, ഞാൻ മാത്രമേ വീട്ടിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വെളിച്ചമാ കുടുംബത്തിലെ. നിങ്ങളാണ് കുടുംബത്തിന്റെ വെളിച്ചം, നിങ്ങളാണ് കുടുംബത്തിന്റെ പ്രകാശം. പക്ഷെ ഇവിടെ എന്നാ സംഭവിക്കുന്നറിയാവോ? ഈ വെളിച്ചത്തിന്റെ കുഴപ്പം കുടിക്കുന്നില്ല. എന്നോട് പറഞ്ഞാൽ കുടിക്കുന്നില്ലെന്ന് പറ. നദിയിൽ കുടിക്കുന്നില്ലെന്ന് പറ. അപ്പൊ ഇത് എങ്ങനെയാ കുടിക്കുന്നത്? യേശു പറഞ്ഞ, മത്തായിയുടെ സുവിശേഷം പറഞ്ഞത്, എന്റെ ആലയം അറിയപ്പെടും പ്രാർത്ഥനാലയം. പ്രാർത്ഥിക്കുന്നവർ ആലയമല്ല, പ്രാർത്ഥനാലയം.
ഹാലേലൂയ. പ്രാർത്ഥനാലയം. ഹാലേലൂയ. അപ്പൊ പ്രാർത്ഥനാലയം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരമാണ്. ഈ ആലയത്തിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഇത് കള്ളന്മാരുടെ ഗുഹയായിട്ട് മാറും. ആമേൻ. അപ്പൊ നിങ്ങൾ ഭവനത്തിന്റെ അകത്തിരുന്നോണ്ട് നോക്കി, ഇനി ഞാൻ കുരുന്തലത്തിലേക്ക് ഒന്ന് പോകാവേ. ഹാലേലൂയ. ദൈവത്തിന്റെ ദാനമായി ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി യേശു പറയുന്നത് നോക്കിക്കേ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ വാക്ക് കണ്ടോ? നമ്മളെ കേട്ട വാക്ക് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ദാഹിക്കുന്ന ഏവരും ഇങ്ങോട്ട് വാ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഈ ഒഴുകുന്ന നദിയെപ്പറ്റി അവർ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന നദി പരിശുദ്ധാത്മാവ്. ഈ നദി ഒഴുകുമ്പോഴാണ് കുടുംബത്തിൽ പ്രകാശമുണ്ടാകുന്നത്. ഈ നദി ഒഴുകണമെങ്കിൽ പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞ കണ്ടോ, എൻ്റെ ആലയം പ്രാർത്ഥനാലയം. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ പുഷ്ടി ഉണ്ടാകും. കണ്ടോ? പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പുഷ്ടി ഉണ്ടാകും. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ സൂം കൂട്ടായ്മയെ കയറിയിട്ട് പുഷ്ടി ഉണ്ടായിരുന്നവരുണ്ട്? ഒരു മാറ്റം ഉണ്ടായവർ? ആമേ. അതിന്റെ കാരണം ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും അല്ലെ? ദിവസവും നമ്മൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പുഷ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആത്മാവിന്റെ ഒഴുക്ക് നിങ്ങളുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഇവിടെ നോക്കിക്കേ, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, കുടന്മാർ മുടന്തനും ദേവാലയത്തിൽ അവനടുക്കൽ വന്നു, അവരെ സൗഖ്യമാക്കി. ഇത് നോക്കി, ഇത് യെരൂശലേം ദേവാലയത്തിന്റെ അകത്ത് ഇരുന്നുകൊണ്ടാണ് യേശു പറഞ്ഞത്. ഇന്ന് യെരൂശലേം ദേവാലയം ഇല്ല അവിടെ. യെരൂശലേം ദേവാലയം തകർന്നു പോയി. യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവസാനിച്ചു പോയി. ആമേൻ. അവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. യേശു പറഞ്ഞല്ലോ, ഈ ആലയം നോക്കിക്കേ, യെരൂശലേം ദേവാലയത്തിന്റെ പണി കാണിച്ചു യേശുമാർ അയ്യോ എന്താ പണിയാണെന്നറിയോ? ഇത് ഭയങ്കര വലിയ പണി. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവസാനിച്ചു പോകും. ആമേൻ. തകർന്നു പോയി. അതുകൊണ്ടാണ് ഇപ്പോഴും ഇന്ന് അവർക്ക് പള്ളിയില്ല, പകരം യെരൂശലേം ദേവാലയം ഇല്ല, സിനഗോഗുകളാ ഉള്ളത്. സിനഗോഗുകൾ, അത് പള്ളിയല്ല, കൂട്ടായ്മ. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ പള്ളിയല്ല നമുക്കുള്ളത്, സിനഗോഗുകളാണ് നമുക്കുള്ളത്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ ആചരിക്കുന്ന സ്ഥലം. അതിനെ ആലയം എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഫെലോഷിപ്പിനുള്ള സ്ഥലമാണ്, കൂട്ടായ്മ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ പള്ളികളെല്ലാം. യഥാർത്ഥ പള്ളി ആരാന്നറിയാവോ? നിങ്ങളാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. പക്ഷെ ഈ ആലയത്തിന്റെ കുഴപ്പം പുഷ്ടി വരുന്നില്ല. പറഞ്ഞാട്ടെ, പുഷ്ടി വരുന്നില്ലെന്ന് പറ. പുഷ്ടി വരാത്തതിന്റെ കാരണം എന്നാന്നറിയാവോ? ഈ നദി ഒഴുകാത്തത് കൊണ്ടാണ്. കണ്ടോ? സങ്കീർത്തനത്തിലെ വാക്ക് നിങ്ങൾ നോക്കിക്കേ, നിന്റെ ആലയത്തിന്റെ പുഷ്ടി അവർ അനുഭവിച്ചു. നമ്മളിപ്പോ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ചു, തൃപ്തി പ്രാപിക്കുന്നു. കണ്ടോ? തൃപ്തി വരുന്നു. നമുക്കറിയാം, യേശു ചെയ്ത അത്ഭുതമൊന്നും അറ്റപ്പറ്റയല്ല. എങ്ങനെയൊക്കെ ഒപ്പിക്കാൻ വേണ്ടി യേശു ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എത്ര കൊട്ട മിച്ചം വന്നു? 2 3? എത്ര മിച്ചം വന്നത്? 3 ആണോ 4 ആണോ? കണ്ടോ? 12 കൊട്ട ശേഷിപ്പ് വന്നു. ഇവിടെ നോക്കിക്കേ, ആലയത്തിൽ പുഷ്ടി ഉണ്ടായി അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തൃപ്തി പ്രാപിക്കും, വലിയൊരു ശേഷിപ്പോടെ ഉണ്ടാവും. അടുത്ത വാക്യത്തിൽ പറയുന്നു, ആനന്ദ നദി അവരെ കുടിപ്പിക്കും. അടുത്ത വാക്യം, നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ടല്ലോ. കണ്ടോ? ജീവന്റെ ഉറവ. അതുകൊണ്ടാണ് രോഗികളായി ഭാരപ്പെടുന്നവരോട് ഞാൻ യേശുവിന്റെ ശരീരമാണ് പറഞ്ഞ്, യേശുവിന്റെ ശരീരത്തിൽ രോഗത്തിന് ഇരിക്കുവാൻ കഴിയത്തില്ലെന്ന് പറ. യേശുവിന്റെ ശരീരം ഇരുട്ടിന്റെ ശരീരമല്ല, അത് വെളിച്ചത്തിന്റെ ശരീരമാണെന്ന് പറ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതാണ് യേശു പറഞ്ഞത്, എന്റെ ആലയം പ്രാർത്ഥനാലയം. എന്റെ ആലയം പ്രാർത്ഥനാലയം.
അപ്പൊ പ്രാർത്ഥിക്കുന്ന ആലയത്തിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ അതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, ഇത് കള്ളന്മാരുടെ ഗുഹയായി പോവും. ഓ ബ്രദറെ, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, കള്ളന്മാരുടെ ഗുഹയായി പോവും. അവിടെ വാണിഭക്കാര് വരും. അതുകൊണ്ടാണ് ഇണയില്ല പിണ കൂടരുത്. യേശു വന്ന ഉടനെ ആലയത്തിൽ അവിടെ പ്രാവ് വിൽക്കുന്നവരുണ്ട്, ആട് വിൽക്കുന്നവരുണ്ട്, അവിടെ ഭയങ്കര കച്ചവടക്കാരുണ്ട്, ഭയങ്കര വലിയ കച്ചവടം നടക്കുക. കർത്താവ് ഓടി വന്നിട്ട് എല്ലാം മറിച്ചിട്ട് ചാട്ടവാറെടുത്തു. ഇതെന്റെ ആലയമാണ്, കണ്ടോ, എന്റെ ആലയം പ്രാർത്ഥനാലയമാണ്. ഹല്ലേലൂയ, എന്റെ ആലയം പ്രാർത്ഥനാലയമാണ്. ഇത് കള്ളന്മാരുടെ ഗുഹയല്ല, മനസ്സിലാക്കുക പ്രിയരെ, കള്ളന്മാരുടെ ഗുഹയല്ല യേശുവിന്റെ ശരീരം എന്ന് പറയുന്നത്. ആമേൻ. അപ്പൊ എങ്ങനെ പുഷ്ടി ഉണ്ടാകുന്നത്? പുഷ്ടി ഉണ്ടാകണമെങ്കിൽ ആലയത്തിൽ, നമുക്കറിയാം, നിങ്ങൾ പള്ളിയിൽ ചെന്നാൽ അവിടെ എന്താ ഉള്ളത്? സാധാരണ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. നമ്മുടെ പള്ളി അഥവാ ഫെല്ലോഷിപ്പിന്റെ സ്ഥലത്തിൽ അവിടെ എന്താ ഉള്ളത്? അവിടെ എന്തെങ്കിലും കച്ചവടക്കാരാണോ ഉള്ളത്? അവിടെ പൊൻപാണിവക്കാരാണോ ഉള്ളത്? അവിടെ എന്താണ് മെയിൻ സംഭവം? എന്തുവാ ആലയത്തിന്റെ മെയിൻ അട്രാക്ഷൻ? എന്തുവാ പറ? പള്ളിയിൽ എന്തുണ്ട്? പ്രാർത്ഥനയെ പറ്റി നമ്മൾ പറഞ്ഞു. ആരാധന. യോ, ദൈവത്തിന്റെ ആലയത്തിലെ പ്രധാന ഘടകം എന്തുവാണ്? ഇനി ഞാൻ പറഞ്ഞു തരാം. പഴയ നിയമം നമ്മൾ വായിക്കുന്ന സമയത്ത്, പഴയ സഹോദരങ്ങൾ അവരെ നോക്കി അഡ്മിറ്റ് ചെയ്യണം വരുന്നവരെ. പഴയ നിയമം നോക്കുന്ന സമയത്ത് യെരൂശലേം ദേവാലയത്തിന്റെ 3 ഭാഗമുണ്ട്. ഒന്ന് പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 1 അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് ഒരു കൃപാസനമുണ്ട്. 2 കെരൂബുകൾ മുഖാമുഖമായി നിൽക്കുന്ന ഒരു കൃപാസന പെട്ടകമുണ്ട്. ആ പെട്ടകത്തിന്റെ അകത്ത് 3 വസ്തുക്കളുണ്ട്. ഒന്ന് മോശ മുഖാന്തരം നൽകപ്പെട്ട 10 കൽപ്പന, 2 അഹരോന്റെ തളിർത്ത വടി, 3-മത്തേത് എന്താണ്? മന്നയിട്ട് വെച്ച പൊൻപാത്രം. നോക്കിക്കേ, ഇത് 3 ശ്രദ്ധിച്ചോണേ. ഈ മന്നയാണ് പ്രത്യേകിച്ച് ബൈബിളിലേക്ക് വരുമ്പോഴേക്ക് യേശു പറഞ്ഞാൽ ആകാശത്ത് നിറങ്ങി വന്ന ജീവനുള്ള അപ്പം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ തിന്നിട്ട് മരിച്ചുപോയ അപ്പമല്ല, ഇത് സാക്ഷാൽ ജീവന്റെ അപ്പമാണെന്ന് യേശു പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോണേ. അപ്പൊ ഒന്നാമതിരിക്കുന്ന എന്തുവാ? അവിടെ ആദ്യം കിട്ടിയത് എന്തുവാ? ആദ്യത്തെ കിട്ടിയതല്ല, ആദ്യം വെച്ചിരിക്കുന്നത് എന്തുവാ? കൽപ്പന, ദൈവത്തിന്റെ വചനം. രണ്ടാമതിരിക്കുന്നത് അഹരോന്റെ തളിർത്ത വടി, പൗരോഹിത്യത്തെ, ദൈവമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്ന. അവിടെ അഹരോന്റെ തെരഞ്ഞെടുപ്പിനെ കാണിക്കുന്ന, തെരഞ്ഞെടുപ്പ്, ദൈവവുമായിട്ടുള്ള ബന്ധമാണ് പുരോഹിതൻ, ദൈവത്തിന്റെ മനുഷ്യന്റെ ഇടയിൽ നിൽക്കുന്നയാള്. കണ്ടോ? ഇനി 3-മത്തത് എന്തുവാ? മന്ന, ജീവന്റെ അപ്പം. യേശു ഈ വാക്ക് നോക്കിക്കേ, മത്തായി സങ്കീർത്തനത്തെ വാക്യമുണ്ട്, നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവാലയത്തിന്റെ പ്രധാന അട്രാക്ഷൻ 1 കർത്താവിന്റെ വചനം, 2 ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് നമുക്കൊരു വേർപാട് വേണമെന്ന് എപ്പോഴും പറയുന്നത്. വേർപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര വിശ്വാസത്തിൽ നടക്കുന്ന ആവശ്യമല്ല. ലോക മനുഷ്യൻ നോക്കി, മദ്യപാനികൾ, വെറുക്കൂത്തുകൾ, ബാവിട്ടക്കാർ, പിടിച്ചുപറിക്കാർ, വിഗ്രഹാരാധികൾ, മുമ്പേ നിങ്ങൾ ഈ വകക്കാരായിരുന്നു. കണ്ടോ? നമുക്കൊരു വേർപാട്, തെരഞ്ഞെടുത്തവൻ വേർപാടോടെ നടക്കണം. ഓ ജീസസ്. നമ്മൾ മറ്റുള്ളവർക്ക് വ്യത്യസ്തരാകാൻ കാരണം പലപ്പോഴും അവരുമായിട്ട് നമുക്ക് ചേരാൻ കഴിയാത്തത് കൊണ്ടാണ്. 2, 3-മത് പറയുന്നു മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. നോക്കിക്കേ, മന്ന. ഇവിടെ വചനത്തിൽ യേശു പറഞ്ഞു, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്ക് യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നോക്കിക്കേ, എൻ്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. അടുത്തത്, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. കണ്ടോ? ഈ ദിവസങ്ങളിൽ ദേശത്ത് ആദ്യം യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, മലമേലിരിക്കുന്ന പട്ടണം അത് പ്രകാശിക്കും. അടുത്ത വാക്യത്തിൽ പറഞ്ഞ വാക്ക് നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷം 5-ാം വാക്യത്തിൽ, അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പ്രകാശമാണ്. വീട്ടിൽ പ്രാർത്ഥന ഉയരട്ടെ. ഓ ജീസസ്. വീട്ടിൽ പ്രാർത്ഥന ഉയരട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നദി ഒഴുകും. ആമേൻ. അതുകൊണ്ടാണ് അന്യഭാഷ എന്ന് പറയുന്നത് ഈ ആത്മനദിയെ ഒഴുക്കുന്നതാണ്. ദൈവത്തിന്റെ ശരീരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം കൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വചനം നമ്മൾ പറയുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നദി ഒഴുകുകയാണ്. ഓ ബ്രദറെ, ഞാൻ അന്യഭാഷ പ്രാർത്ഥന കേട്ട് ബ്രദറെ എനിക്കൊന്ന് മാറ്റം കാണാം. എൻ്റെ സഹോദര, നദി ഒഴുകുന്നു. വീടിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർ പ്രകാശം കാണാൻ വേണ്ടി പോവാണ്. അവർ ഇരുട്ടിൻ്റെ പിടിയിൽ നിന്നും യേശുവിൻ്റെ വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്.
ഓ യേശുവേ, ഇതാണ് സങ്കീർത്തനക്കാരൻ ഈ കാര്യത്തെപ്പറ്റി മുൻകൂട്ടി ഒരു വെളിപ്പാടിൽ പറയുകയാണ്. നിന്റെ ആലയത്തിന്റെ പുഷ്ടി കണ്ടോ ദൈവമക്കളെ. പറയണം, എന്റെ ഭവനത്തിൽ ദാരിദ്ര്യം കേറത്തില്ലെന്ന് പറയണം. എന്റെ ഭവനത്തിൽ ആത്മഹത്യ സംഭവിക്കത്തില്ലെന്ന് പറയണം. എന്റെ ഭവനം നശിക്കത്തില്ല. ഞാൻ യേശുവിന്റെ ശരീരമാണ്. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. ഞാൻ ദൈവത്തിന്റെ ശരീരമാണ്. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. ഓ ഹല്ലേലൂയ. നമ്മളിപ്പോ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പോവാണ്. ഇതാരാണോ യേശുവിനെ കർത്താവായി ഒന്ന് സ്വീകരിച്ച് യേശുവിന്റെ കർത്താവാണ്. ഇന്ന് ആ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പോവാണ്. ഇന്ന് പ്രതിസന്ധികൾ വിട്ടുമാറാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് നമ്മൾ കൽപ്പിക്കാൻ വേണ്ടി പോവാണ്. പറഞ്ഞുകൊണ്ടിരിക്കാം എന്റെ കൂടെ, എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, മന്ദിരം നശിപ്പിക്കുന്നവനെ നോക്കിക്കേ. മന്ദിരം, കൊരിന്ത്യർക്കെതിരെ 3-ാം വാക്യത്തിൽ പറയുന്നത്, മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നു, മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കാൻ കയറിയ ക്യാൻസറോ രോഗമോ മുടന്തോ കേൾവിക്കുറവോ കാഴ്ച എന്താണോ മന്ദിരത്തെ നശിപ്പിക്കാൻ കയറിയേക്കുന്നത്. നോക്കി ഈ വാക്കുകൊണ്ടോ 1 കൊരിന്ത്യർ 3-ാം വാക്യത്തിന്റെ 16, നിങ്ങൾ ആരാന്നുള്ള വചനത്തിന്റെ ശക്തി ഇപ്പൊ കാണാൻ വേണ്ടി പോവാ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല. അടുത്ത വാക്യം, മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇന്ന് രോഗം നശിക്കാൻ പോവാ. ഇന്ന് നിങ്ങളുടെ പ്രതിസന്ധി നശിക്കാൻ വേണ്ടി പോവുക. ഇന്ന് നിങ്ങളുടെ പ്രതികൂലം നശിക്കാൻ വേണ്ടി പോകുക. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്റെ കൂടെ എന്ന് പറഞ്ഞ്, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. എന്റെ ശരീരം നശിപ്പിക്കാൻ നോക്കുന്നതിന് ഇപ്പോൾ നശിക്കും. ദൈവത്തിന്റെ ശരീരം നശിപ്പിക്കാൻ നോക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ നശിക്കും. ആ വേദന ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് സൗഖ്യമാകാൻ വേണ്ടി പോവാ. ഇന്ന് ഇപ്പോൾ അത്ഭുത സൗഖ്യം നടക്കാൻ വേണ്ടി പോവാ. ഭാരപ്പെടുന്നവരെ ഇന്ന് ശരീരത്തിൽ കൈവച്ചു എന്ന് പറയാൻ പോവാ. ദൈവത്തിന്റെ ശരീരത്തിൽ രോഗത്തിന് കയറാൻ പറ്റത്തില്ല. ആ രോഗത്തിന് കയറാൻ കഴിയത്തില്ല. ആ വേദനയ്ക്ക് ഇരിക്കാം. അതിപ്പം നശിക്കും. ആ വേദന നശിക്കും. ആ ഷുഗർ നശിക്കും. ആ പ്രഷർ നശിക്കും. മനസ്സമാധാനം കിട്ടാതിരിക്കുന്ന വിഷയം ഇപ്പോൾ നശിക്കും. യു ആർ ടെമ്പിൾ ഓഫ് ഗോഡ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ യേശുവിന്റെ മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഇപ്പോൾ ആലയത്തിൽ നിന്നും നദി ഒഴുകും. അന്യഭാഷ വരമില്ലാത്തവരെ അന്യഭാഷ വരത്തിന് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിച്ചു. ഇപ്പൊ കിട്ടാൻ വേണ്ടി പോവുക. ആലയത്തിൽ നിന്ന് നദി ഒഴുകണമെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ആലയത്തിൽ നിന്ന് നദി ഒഴുകണമെങ്കിൽ ഇന്ന് ആ കൽപ്പലകയിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ വിളിച്ചു പറയണം. യേശുവിന്റെ നാമത്തിൽ നശിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ നശിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ നശിക്കത്തില്ല. ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അത്ഭുത സൗഖ്യമാണ്. അത്ഭുത സൗഖ്യമാണ്. അത്ഭുത സൗഖ്യമാണ്. ആ വേദനകൾ വിട്ടുമാറുന്നു. യേശുവേ, ഇന്ന് വേദന നശിക്കും. നിങ്ങൾ ജീവിക്കും. വേദന നശിക്കും. നിങ്ങൾ ജീവിക്കും. വേദന നശിക്കും. നിങ്ങൾ ജീവിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദനകൾ നശിക്കുകയാണ്. വേദനകൾ നശിക്കുകയാണ്. രോഗങ്ങൾ നശിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗങ്ങൾ നശിക്കുന്നു. വേദനകൾ നശിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉഡാർ ബെൻഡാർ ബലക്കേന അസ്തേന ഹർബിയ ടെഷേലിയ മഷോകറമൻ ധമസിയാന്തരെ. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ച് ഇന്ന് നിങ്ങളുടെ വേദനകൾ നശിക്കും. ഭാരങ്ങൾ നശിക്കും. കാര്യം യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും കർത്താവിന്റെ വചനം പറയുന്നല്ലോ. ഓ യേശുവേ, താങ്ക് യു ജീസസ്. എമേലിയ ഷൽഖാന റെസ്പെറ്റേരിയ കറ ശബന ഹഡദർ ബിനിയ ലംസേരിയ റൈറ്റബ ഹോസ്പിറ്റൽ പ്രൊഫെസിയാന്റരെ റൈബഹുഷല ബനാസിയാന്റരെ അർബിക നഗൽബ നഗസ്ദന റഗറ്റേരിയ റാത്തുമ ഹസ്ബന റീകൻ മസാനിയ ഷബൻ ഖാന റഗൽബേനിയ റാറ്റേരിയ സോന ഹഡദർ ബിയാസി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകുക. ഇന്ന് ആ തകർച്ചകൾ വിട്ടുമാറുക. ഇന്ന് ആ വേദനകൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് വേണ്ടവരെല്ലാം സ്വീകരിച്ചു. ഇന്ന്
ശരീരത്തിന് മേൽ അത്ഭുത സൗഖ്യം നടക്കുക, അത്ഭുത സൗഖ്യം നടക്കുക. വേദനകൾ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് എന്റെ കുടുംബത്തിൽ നിലവിളിക്ക് അവകാശമില്ല. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ വെളിപ്പെടും. ദൈവത്തിന്റെ മന്ദിരത്തിൽ നിലവിളി വേണ്ട, ദൈവത്തിന്റെ മന്ദിരത്തിൽ രോഗം വേണ്ട, ദൈവത്തിന്റെ മന്ദിരത്തിൽ കടഭാരം വേണ്ട, ദൈവത്തിന്റെ മന്ദിരത്തിൽ സമാധാനമില്ലാത്ത ജീവിതം വേണ്ട. ഇവിടെ വചനം പറയുന്നു പ്രകാശം, മലമേലിരിക്കുന്ന പട്ടണം വലിയൊരു പ്രകാശം കണ്ടു. യു ആർ ദ ലൈറ്റ്, യു ആർ ദ ലൈറ്റ്. ഓ ജീസസ് ക്രൈസ്റ്റ്, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവേ വെളിച്ചം പ്രകാശിക്കുന്നു, വെളിച്ചം പ്രകാശിക്കുന്നു. ഓ സ്പിരിറ്റ് റകമ സെന്റല മിസാന റിയാബ ഓ ശകക റസിത റസിക ടേക ലകാക റാട്ടുമികനഹട ദിദിദിദിദിദിയാ ദിദിയാ ചകൽവനിയ. ആഗസ്റ്റ് മാസം 8-ാം തീയതി ജനിച്ച വ്യക്തിയുടെ ശരീരത്തിന്റെ മേൽ, ഓഗസ്റ്റ് മാസം 8-ാം തീയതി ജനിച്ച വ്യക്തിയുടെ ശരീരത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു ശക്തി വ്യാപരിക്കുക. ഓഗസ്റ്റ് മാസം 8-ാം തീയതി ജനിച്ച വ്യക്തിയുടെ മേൽ വലിയൊരു ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കുവാൻ ദൈവം നിങ്ങളെ തൊടുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇന്ന് ആ വ്യക്തി സ്വീകരിച്ചോ? ആമേൻ പറഞ്ഞ് അതിനെ പിടിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ലോർഡ്, ഓ ജീസസ്. എന്റെ മോളാണ് എന്റെ മകളും. ഹലോ, എന്റെ ആ. ചേച്ചിയാണ്. ഹലോ. ബ്രദറെ, എന്റെ ചേച്ചി. കുടുംബത്തിന്റെ അകത്തുള്ള ആരാണ്? എന്റെ മോള് ഈ രാജുവുമായിട്ട് കണക്ഷനുള്ള കുടുംബം ഏതാ? ഈ 8-ാം മാസം ജനിച്ചിട്ടുള്ള 8-ാം ദിവസം ജനിച്ചിട്ടുള്ള രാജു എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ ഒരു അനുഗ്രഹ പാത്രമാക്കി നിങ്ങൾക്ക് വേണ്ടി മാറ്റാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. ഈ രാജുവുമായിട്ട് ബന്ധമുള്ള ഈ ജനിച്ച മാസം ഉള്ള കുടുംബം ഏതാണോ, ഇന്ന് കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആ വ്യക്തിയെ നിങ്ങൾക്ക് അനുകൂലമാക്കി തൊടാൻ വേണ്ടി പോവാ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികം ഈ സമയത്ത് വേദനയും രോഗവും ഒക്കെ ഉള്ളവർ കൈവച്ചു. വലിയ അത്ഭുതത്തിന്റെ സമയമായത്, വലിയ അത്ഭുതത്തിന്റെ സമയം. വേദന വേരോട് പറഞ്ഞു പോകുന്ന സമയമായത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ലബാൽബസ്ഫേരിയാന്തിരി. ഇപ്പൊ തന്നെ ശരീരത്തിന്റെ അകത്തൊരു വ്യത്യാസം വന്നെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ? എന്റെ ശരീരത്തിൽ ബദറ ഇപ്പൊ ചെക്ക് ചെയ്താല് ആ വേദന മാറിയെന്ന് അറിയാൻ പറ്റുന്നവര് ഈ സമയത്ത് വേദന ഒന്ന് ചെക്ക് ചെയ്തേ. ഇന്ന് നമ്മൾ വീണ്ടും ആ വചനം പ്രഖ്യാപിക്കും. അത്ഭുത വിടുതൽ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ഷഖബറകമസിയാന്തിരി അർബിന റംസ്കെറ്റെ ലിയാം ഷഖന റിയാംദു നെഹു സാൻഡെഹ് പാരഹസ് പെനാലിയാന്തിരി നോ ബ്രൈറ്റ് വിസ്പെറ്റേരിയ ലെബേരിയ റാറ്റൂസ് മെനേരിയാന്തിരി. യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്, 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 ജീസസ്. എല്ലാവരും അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു വർഗീസിന്റെ ഭവനം കാണിക്കുവാണ്. ഈ വർഗീസിന്റെ ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ ക്രിസ്റ്റലിന്റെ അകത്തൊരു ഈ നമ്മള് വീടിന്റെ അകത്ത് ക്രിസ്റ്റൽ ഉണ്ടല്ലോ, ഈ ക്രിസ്റ്റലിന്റെ അകത്ത് ചില ഡോളുകൾ വെക്കുന്ന ഈ ക്രിസ്റ്റൽ ഡോളുകൾ ഉണ്ടല്ലോ, ആ ക്രിസ്റ്റൽ ഡോളുകൾക്കകത്ത് ഈ ഒരു 2 വ്യക്തികൾ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് അങ്ങനെയൊക്കെയുള്ള കുറെ ക്രിസ്റ്റലുകൾ പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഇങ്ങനെ ചില പാവകളെ വെച്ചിട്ട് വെച്ചിരിക്കുന്ന ഡോളുള്ള ഒരു സംഭവം. എന്നാൽ ഈ ഡോള് പൊട്ടിയിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു വശം പൊട്ടി അതിൻ്റെ അകത്തുനിന്നുള്ള സംഭവങ്ങളെല്ലാം ഒലിച്ചു പോയതാണ്. പക്ഷെ ഇപ്പോഴും അത് സ്റ്റോക്ക് ചെയ്ത് വീടിൻ്റെ മുൻവശത്ത് തന്നെ, അതായത് കയറി വരുന്ന സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇത് പൊട്ടിയിട്ടുണ്ട്, ഇത് പൊട്ടിയതാണ്. പൊട്ടിയിട്ടും അത് കളയാതെ അത് നിങ്ങൾ അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ്. ക്രിസ്റ്റലിന്റെ 2 പാവകളുള്ള ഈ ഒരു ക്രിസ്റ്റൽ സംഭവമാണ് ഞാൻ കാണുന്നത്. ഇതൊരു അടയാളമായൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ഈ ഭവനം ഏതാണോ, വർഗീസ് എന്ന് പറയുന്ന ഒരു പേരും ആ കൂട്ടത്തിൽ കർത്താവ് എന്നെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഭവനം ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് ആ ഭവനം എവിടെ ഇരുന്നുകൊണ്ടാണ് കേൾക്കുന്നത്?
യേശുവിന്റെ നാമത്തിൽ അത് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, അനാവശ്യമായിട്ട് നിങ്ങൾ സംസാരിക്കാതെ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ആലോചന ഈ കുടുംബം എവിടെ ഇരുന്നുകൊണ്ടാണ്, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവ് പറഞ്ഞ് പുഷ്ടി ഉണ്ടാകാൻ വേണ്ടി പോവാ. ദൈവത്തിന്റെ പുഷ്ടി ഉണ്ടാകാൻ വേണ്ടി പോവാ. ദൈവത്തിന്റെ പുഷ്ടി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഉള്ളത്തിൽ ബെൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കാണിക്കുക. ബെൻ അത് വിളിപ്പേരാണോ ഒഫീഷ്യൽ പേരെന്ന് അറിയത്തില്ല. ഞാൻ ഈ ബെന്നിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തും എന്നെ മാർച്ച് മാസം ആ ഭവനവുമായിട്ട് എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ബെന്നിന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് മാസം എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ബെന്നുമായിട്ട് ബന്ധപ്പെട്ട്, ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് മാസവുമായിട്ട് കണക്ഷനുള്ള ഭവനം ഏതാണോ, യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വിശാലത വെളിപ്പെടാൻ വേണ്ടി. ആ, എന്റെ അനിയന്റെ പേര് ബെൻ എന്നാണ്. ബെൻസൺ എന്നാണ് പേര്. ഞങ്ങൾ ബെൻ. എന്റെ ബർത്ത്ഡേ മാർച്ച് മാസത്തിലാണ്. ഇന്ന് കർത്താവ് തൊടുവാകട്ടെ. ബെന്നിനെയും ഈ മാർച്ച് മാസത്തിൽ ജനിച്ച വ്യക്തിയെയും കർത്താവ് തൊടുവാന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ വിശാലത വെളിപ്പെടാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ കർത്താവെ, ആ കുടുംബത്തിന്റെ മേൽ വിശാലത ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടും മാറാതെ നിൽക്കുന്ന വിഷയങ്ങൾ അത്ഭുതമായി മാറാൻ വേണ്ടി പോവാ. ഞാനത് റിലീസ് ചെയ്യുന്നപ്പ യേശു തന്ന അധികാരത്തെ ഉപയോഗിക്കുക. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തിയെ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. ആ ഭവനം സ്വീകരിച്ചോണേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ഇരുമ്പിന്റെ സ്റ്റീലിന്റെ, അതായത് സ്റ്റീലല്ലേ, ഇരുമ്പ് വരുന്ന സ്റ്റീലിന്റെ ഒരു അലമാരിക്കകത്ത് ഇതുവരെ ഉപയോഗിക്കാത്ത ഈ ഗോൾഡൻ കളറിലെ അതിന്റെ ആ ഒരു ബാഗിന്റെ വള്ളി ഉണ്ടല്ലോ, അതിന്റെ ബെൽറ്റ്, ബാഗിന്റെ വള്ളി, അതിങ്ങനെ ഗോൾഡൻ ഡിസൈനുള്ള ഈ ഒരു റോസ് കളർ മിക്സ് ആയിട്ടുള്ള ഒരു ബാഗ്, അതിൻ്റെ അകത്തൊരു റോസ് കളർ മിക്സ് ചെയ്തേക്കുന്ന ഒരു ബാഗ് ഒരു സ്റ്റീലിന്റെ അലമാരിക്കകത്ത് ഇപ്പോഴും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു വീടിനെ, അത് ഉപയോഗിച്ചതാണ് പലതവണ എടുത്തിട്ടുണ്ടെങ്കിലും അത് അവിടെ തന്നെയാണ് അതിന്റെ പൊസിഷൻ എപ്പോഴും ഞാൻ കാണുന്നത്. ഇന്ന് ആ ഒരു സൈൻ ഒരു ഭവനത്തിൽ, ആ മുറിയെ കർത്താവ് എന്നെ കാണിക്കുക. ആ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഒരു ബൈബിളില് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനം ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു ബൈബിള്, ആ വചനത്തിന്റെ യെശയ്യാവിന്റെ ഒരു പുസ്തകത്തിലെ ഒരു വാക്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു എന്തോ ഒരു രീതിയിൽ അത് എടുത്തു കാണിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിലെ വചനം എടുത്തെഴുതി, യെശയ്യാവിന്റെ പുസ്തകത്തിലെ ആ വചനം എടുത്തു വെച്ചിരിക്കുന്നത്. ക്രിസ്തുയുടെ ഭവനമാണോ ഈ പറഞ്ഞ പോലെ അടയാളമുള്ളത്? നിങ്ങൾ കോഹോസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണേ. നിങ്ങൾ പറയാൻ വരുന്നവരെയും കൂടെ നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് ചെയ്യരുത്. അവർക്ക് ശ്രദ്ധിച്ചോണം. പറയാൻ വരുന്നവരെയും കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ എല്ലാവരെയും ഓൾ മ്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരും കൂടെ മ്യൂട്ടായി പോകും. പറയാൻ വരുന്നതിനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ആ ഭവനം ഇന്ന് ഏതാണോ, കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒന്ന് ഒരുക്കുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മ കർത്താവ് കുടുംബത്തിന്റെ മേൽ ചെയ്യുന്നല്ലോ. നന്മയാക്കി കർത്താവ് അങ്ങ് മാറ്റുന്നല്ലോ. ഓ യേശുവേ, ഞാൻ അവിടെ തന്നെ സരോജ് എന്ന് പറയുന്ന ഒരു പേര്, സരോജ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ കാണിക്കുക. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, സരോജിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഈ സരോജുമായിട്ട് ബന്ധപ്പെട്ട ഭവനം ഏതാണോ, കണക്ഷനുള്ള ഭവനം ഏതാണോ, ഇന്ന് ആ കുടുംബത്തിന്റെ മേലൊരു പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പോവാം. എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവിന്റെ ശക്തി ആ കുടുംബത്തിന്റെ മേൽ നിറയട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, അങ്ങയുടെ അത്ഭുത സാക്ഷ്യമായി പ്രിയമക്കളുടെ കുടുംബം മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമം പറഞ്ഞു. എന്റെ പേര് ബെറ്റ്സി സരോജ് എന്നാണ്. സരോജ് എന്ന സരോജ് ആരാ?
സരോജ് തന്നെ. എന്റെ പേര് ബെറ്റ്സി സരോജ്, ഒരു പേരാണത്. ആ അല്ല സിസ്റ്റർ, ആ സരോജ് പേര്. എന്നുള്ളത് അങ്ങനെയാണ് പേര്. അതെ, അങ്ങനെയാ പേര്, ബെറ്റ്സി സരോജ്. സരോജ് എന്നുള്ളത് ഹസ്ബൻഡ് ആണോ അതോ പിതാവിൻ്റെതാണോ അതോ ഇല്ല, അങ്ങനെയാണ് പേര്? ഹസ്ബൻഡ് തന്നെ. എന്നെ ജനിച്ചപ്പോഴേ എനിക്ക് ഇട്ട പേരെങ്ങനെയാണ്. ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞപ്പം പേര് ബെറ്റ്സി ക്രിസ്റ്റഫർ എന്നായി. ഓക്കെ, സരോജ് എന്നാണ് സരോജ് ശരിക്കുള്ള എന്നാണ് പേര്. പേര്. അതെ, ഇത് ബെറ്റ്സി ഇത് ഇത് സരോജ്. ഇത് വലിയൊരു അത്ഭുതമാണ്. കാര്യം സിസ്റ്റർ ഇട്ടേക്കുന്ന പേര് ഇതിൽ ബെസ്റ്റി ക്രിസ്റ്റഫർ എന്നാണ്. ക്രിസ്റ്റഫർ. പക്ഷെ സിസ്റ്റർ അതെ, ജനിച്ചപ്പോ ഇട്ട പേര് ബെറ്റ്സി കണ്ടോ. സരോജ്. അപ്പൊ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ പേരേതാ? ആമേൻ. ബൈബിളൊരു വാക്യമുണ്ട്, മലമേലിരിക്കുന്ന പട്ടണത്തിന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇത് വലിയൊരു സ്തോത്രം. ഇന്ന് കർത്താവ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ സരോജ് എന്നുള്ള പേര് എന്നെ ഇങ്ങനെ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത് സരോജ് വാട്ടൻ. അപ്പൊ സിസ്റ്ററുടെ പേര് പിതാവിന്റെ പേരും അല്ല ഭർത്താവിന്റെ പേരും അല്ല, ജനിച്ചപ്പോഴേ അങ്ങനെ ഇട്ടേക്കുന്നത് സരോജ്. അതെ, അതെന്താ അങ്ങനെ ഇടാൻ കാരണം? അങ്ങനെ ആന്റി ഇട്ടതാണ് ബെറ്റ്സി സരോജ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര്. വ്യത്യസ്തമായ ഒരു പേരാണല്ലോ. ബെറ്റ്സി സരോജ്. ബെറ്റ്സി ബെറ്റ്സി. അതെ, ബെറ്റ്സി സരോജ്. ഓ ജീസസ്. അങ്ങനെ ഇന്ന് ഒരു കർത്താവ് സ്ഥലമുണ്ട്. എന്റെ കുടുംബം, ഇന്ന് ആ സഹോദരിക്ക് വേണ്ടിയാണ്. ഇന്ന് ആ സഹോദരി മാത്രം, ഈ ബെറ്റ്സി സരോജ് ആ സിസ്റ്റർ മാത്രം ഒന്ന് മൈക്ക് മ്യൂട്ട് ആക്കരുത്. എന്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയാം സിസ്റ്ററെ. ഇത് നമ്മൾ ജനിച്ചപ്പോ പേര് ഭർത്താവ് ക്രിസ്റ്റഫർ എന്ന് മാറ്റിയെങ്കിലും കർത്താവിനെ കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ദൈവത്തിനൊന്നും മറവല്ല. വലിയ തെളിവായത്. ദൈവത്തിനൊന്നും മറവല്ല. ഇന്ന് കർത്താവ് എന്റെ ഉള്ളത്തിലേക്ക് പറയുക, പ്രാർത്ഥനയുടെ മറുപടി 7 കാര്യങ്ങൾ അത്ഭുതമാകാൻ വേണ്ടി പോവാ. ഓ യേശുവേ, 7 വിഷയങ്ങളുടെ മേൽ തീ പിടിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അലറി വിളിക്കുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങോണ്ട് നോക്കി നിൽക്കുന്ന ദുഷ്ടപിശാശ് ആ കുടുംബത്തിൽ നിന്ന് പിളർന്നു മാറിപ്പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. എന്റെ യേശുവേ, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ ഒറുവൽഖിമാസി. ഞാനൊരു കറുത്ത കളറിലെ ഒരു ഗേറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഒരു ഗ്രില്ല് പോലെ കണ്ടുകൊണ്ടിരിക്കുക. ഓ യേശുവേ, ഫ്രണ്ടില് ഗ്രില്ലാണത്, ബ്ലാക്ക് കളറില്. വീടിന്റെ ഫ്രണ്ടിലുണ്ട് ഗ്രില്ല്. അതെ, അതായത് നമ്മുടെ വീടിനോട്ട് കയറി വരുമ്പോ തന്നെ മെയിൻ ഗേറ്റ് അല്ലാതെ. മെയിൻ ഗേറ്റ് അല്ല, ഡോറിന്റെ ഫ്രണ്ടില് ആദ്യ ഗ്രില്ലാണ്, അതോട് ചേർന്നാണ് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡോർ. ഓ കണ്ടോ, ഈ തന്നെ കാണുന്നത്. ഈ മുറി തുറന്ന് പുറത്തേക്ക് ഒരു നദി ഒഴുകുന്നത് പോലെ കർത്താവിന്റെ പ്രവൃത്തി ഒഴുകാൻ വേണ്ടി പോവാ. ഈ ഗ്രില്ല ഞാൻ കാണുന്നത്, കറുത്ത കളറിലെ ഗ്രില്ല്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ 7 വിഷയങ്ങൾ അത്ഭുതമായി മാറും. ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ്. 7 കാര്യങ്ങൾ സിസ്റ്ററെ, 7 കാര്യങ്ങൾ 7 അത്ഭുതങ്ങളായി കർത്താവ് മാറ്റും. ഈ നദി പുറത്തോട്ട് ഒഴുകും. മറ്റുള്ളവർ നിങ്ങളുടെ അത്ഭുതത്തെ സംസാരിക്കുന്ന രീതിയിൽ കുടുംബത്തിന്റെ അകത്ത് പ്രകാശം വരും. ഓ യേശുവേ, ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു കാര്യം, ഇന്ന് അത് വലിയൊരു സാക്ഷ്യമാണെന്ന് ആ പേര് നമ്മൾ മാറ്റിയെങ്കിലും കർത്താവ് അത് ഓർത്തെടുത്ത് നമ്മളോട് ഇടപെടുവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ 7 വിഷയങ്ങൾ അത്ഭുതമാകാൻ വേണ്ടി പോകുന്നു. കർത്താവെ, ഞങ്ങളുടെ കരം എന്ന് വെളിപ്പെടുന്നല്ലോ, കരം എന്ന് വെളിപ്പെടുന്നല്ലോ. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത് തമ്പുരാൻ പറയുന്നത്, സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ നിന്നും ഒരു ആത്മീയ കാഴ്ച ഞാൻ കാണുവാണ്. ഒരു കുടത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നത് പോലെ മറച്ചു കൊണ്ടുവരുന്ന ഒരു നന്മ കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ഈ പേരൊന്ന് കുറിച്ചു വെച്ചോണേ, സെബാസ്റ്റ്യൻ എന്നുള്ള പേര്. കേട്ടോ, ആ ഭവനത്തിന്റെ അകത്തു നിന്നും ഇങ്ങനെ ഈ എന്താ പറയുന്നത്, കുടത്തിന്റെ അകത്തുനിന്ന് വെള്ളം ഒരു നന്മ മറച്ചു കൊണ്ടുവന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നത് പോലെ ഒരനുഭവം ഉണ്ടാകാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കും. സിസ്റ്റർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവേ, കൃപയ്ക്കാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ആഴമായി തൊടും, ആഴമായി തൊടും. ഓ യേശുവേ നന്ദി. എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥന ഇന്ന് വെയിറ്റിംഗ് റൂമിൽ ഇട്ടപ്പോഴാണ് മനസ്സിലായത്, ഈ പ്രാർത്ഥനയുടെ അവസാനം വന്ന് ഓടി വന്ന് കയറുന്ന കുറെ ആൾക്കാരെ കണ്ടു. ഈ വെയിറ്റിംഗ് റൂം ഇട്ടപ്പോഴാണ് മനസ്സിലായത്, ഏറ്റവും ഒടുവിൽ വന്ന് കയറുന്നവരാണ് ഇതെല്ലാവരും, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ നേരത്തെ വരണം. നേരത്തെ വരുന്നതിന്റെ കാര്യം വേറെ ഒന്നുമില്ല, ആദ്യം മുതൽ വചനം മുതൽ നമുക്ക് മുഴുവൻ ദൂത, അത് മുഴുവനും. യേശുവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് തമ്പുരാന്റെ വലിയ കൃപയെന്ന് അനുഭവിക്കുവാൻ. ഹോളി സ്പിരിറ്റ്, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ. ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. 17ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റ്, അതായത് ഒരു വീഴ്ച നിമിത്തം ഇടത് കാലയിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായി.
ഇന്നും ആ പാട് കാലയിൽ കാണാൻ പറ്റും. ഇന്നും ആ പാട് കാലിൻ്റെ അവിടെ അവിടെ പോലെ നമുക്കത് ഇടത് കാലയിൽ 17 വർഷം 17ാമത്തെ വയസ്സിൽ ഉണ്ടായതാണ്. ആ ഒരു അടയാളം പോലെ ശരീരത്തിൽ കാലയിൽ ഇപ്പോഴും അത് കാണാൻ പറ്റുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ജെ എന്ന് പറയുന്ന അക്ഷരം ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ജെ എന്ന് പറയുന്ന അക്ഷരം ഇന്ന് ആ ശരീരത്തിൻ്റെ മേലേക്ക് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകും. എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ പറയുന്നു, എപ്പോഴും ഒരു വ്യസന പാത്രമാണ്, ദുഃഖപാത്രമാണ്. എന്ത് തുടങ്ങിയാലും അവസാനം കരച്ചിൽ അവസാനിക്കും. എന്തു തുടങ്ങിയാലും അവസാനം കുറ്റപ്പെടുത്തൽ അവസാനിപ്പിക്കും നിങ്ങളുടെ നേരെ. ഇന്നിപ്പോൾ തന്നെ ആ വ്യസന അവസ്ഥയിൽ നിന്നും യേശു എന്ന അധികാരത്തിൻ്റെ അകത്തുനിന്നും സന്തോഷപാത്രമാക്കി ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ആ വ്യക്തി ഏതാണോ, എവിടെ ഇരുന്നുകൊണ്ടാണോ കേൾക്കുന്നത്, ഇപ്പോൾ തന്നെ സ്വന്തം ശരീരത്തിൻ്റെ മേൽ കൈവച്ചിട്ടൊന്ന് പറയാമോ, ഞാൻ ഒരു അനുഗ്രഹമാണ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ ഒന്ന് ഏറ്റെടുത്ത് യേശുവിൻ്റെ കരം വെളിപ്പെടുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ നന്മ ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നല്ലോ. ദൈവ പ്രവൃത്തി ഇപ്പോൾ തന്നെ. പറയാനുള്ളവരല്ലെങ്കിൽ ബാക്കി എല്ലാവരും. ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ അനിയനുണ്ട്, ജോമോൻ എന്ന പേര്. കാലയിൽ ഒരു ആക്സിഡന്റിന് പാടുണ്ട്. നേരത്തെ മുതലുള്ള പാടാണോ സിസ്റ്ററെ? ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇങ്ങനെ ഇപ്പോഴും ആ കാല് ഭയങ്കര വലുതായിട്ട് ഇങ്ങനെ ഉണ്ട്. ചെറുപ്പത്തിലുണ്ടായത്? ചെറുപ്പത്തിലുണ്ടായി. ഓ ജീസസ്, ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ആ കുടുംബത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തി ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പോകാട്ടോ. യേശുവേ, ഇന്ന് വ്യസന പാത്രങ്ങൾ മാറി സന്തോഷപാത്രമായി മാറാൻ വേണ്ടി പോവാ. ആ കുടുംബത്തിലെ വെളിച്ചമായിക്ക് യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്തപ്പ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് ഇവിടെ സംഭവിക്കുന്നല്ലോ. വലിയ പ്രവൃത്തികൾക്ക് കർത്താവ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. റോഷമകസിയാന്തിരി സിസ്റ്റർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച കുടുംബത്തിന് വേണ്ടി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ലാംഖുറാമസിയാന്തിരി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ലോർഡ് ജീസസ്, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ ദൈവമേ, ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തു. പക്ഷെ ആ പേര് എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അത് മലയാളി പേരല്ല, ഈ കുഷി എന്നുള്ളൊരു പേര് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി സ്ഥലത്തോ നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്തോ ആയിട്ട് എവിടെയാണോ ആ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയുള്ളത്, കുഷി എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളിലൂടെ ആ വ്യക്തിയുടെ മേലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞ് ആലോചനയെ ഒന്ന് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഒരു വെളിച്ചമാക്കി നിർത്താൻ വേണ്ടി പോവാ ദൈവം. കുഷി സിസ്റ്ററല്ലോ, അത് നമ്മുടെ മലയാളി പേരാണോ? അത് കുഷി എന്നുള്ളത് കണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. നമുക്ക് മലയാളി പേരാണെങ്കിൽ തോന്നിയില്ല ആദ്യം വെളിപ്പെട്ടപ്പോ. കുഷി സിസ്റ്ററിലോ അല്ലേ? ഒറീസയിൽ നിന്നുള്ള. ഒറീസയിലായിരുന്നു താമസമൊക്കെ? ഓക്കെ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ദൈവം നിങ്ങളെ അവർക്കൊരു അനുഗ്രഹമാക്കാൻ വേണ്ടി പോകും. സിസ്റ്റർ സ്വീകരിക്കാൻ പറ്റുമോ? പുഷ്ടി വരാൻ വേണ്ടി പോകും. ഇന്ന് കേട്ട വചനം എന്തായിരുന്നു? ആലയത്തിൽ എന്തുണ്ട്? സങ്കീർത്തനം കേട്ടതുപോലെ പുഷ്ടി അനുഭവിച്ച് തൃപ്തി പ്രാപിക്കും. നിങ്ങളുടെ പുഷ്ടി അവരെ സ്വാധീനിക്കാൻ വേണ്ടി പോവാ. യേശുവേ, ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ നിങ്ങളൊരു അനുഗ്രഹമാക്കി തമ്പുരാൻ അവരുടെ പുഷ്ടി കൊടുക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവേ കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ ആമേൻ പറഞ്ഞതിനെ പിടിച്ച് ദൈവത്തിന്റെ അത്ഭുത കരം എന്ന് റിലീസ് ചെയ്യുന്നപ്പ. ലോർഡ് ജീസസ്, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുക എന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് തമ്പുരാൻ ഭയങ്കരമായ വലിയ ഇടപെടലുണ്ടാവുക. ഹോളി സ്പിരിറ്റ്, കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു ഭവനത്തെ ഇങ്ങനെ വെളിപ്പെടുത്തുക. ഈ സിംഹം ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുന്ന ഒരു ചിത്രം
ഒരു വീടിൻ്റെ വീടിൻ്റെ അകത്ത് ഞാൻ കാണുക. ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ ഞാൻ ഈ ചിത്രം ഉള്ള ഭവനത്തിൻ്റെ ഈ വീടിൻ്റെ കോർണറിലൊരു ഫ്രിഡ്ജ് ഇങ്ങനെ അതായത് വീടിൻ്റെ ഒരു കോർണറിലോട്ട് ചേർന്നൊരു ഫ്രിഡ്ജ് ഇരിക്കുന്നു. ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ ഒരു ചെയർ ഇട്ടിരിക്കുന്നതായിട്ടൊരു കാഴ്ച. അത് ചെയർ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഫ്രിഡ്ജ് ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വാഷ് ബേസിനും കാണുന്നു. ഞാൻ ആ മുറിയുടെ അകവ കാണുന്നു. ഇപ്പോഴേ ഞാൻ ആ മുറിക്ക് വേണ്ടി ഇന്ന് ഭവനത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മുറിക്കകത്ത് ഞാൻ അന്തരീക്ഷത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇങ്ങനൊരു കാഴ്ച കർത്താവ് എന്നെ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കാണുക. ആ കുടുംബത്തിൻ്റെ അകത്ത് കണ്ണുനീര് വീണ ഒരു ഭവനമാണ്. ഒത്തിരി പേര് കരഞ്ഞ് അവസാനിച്ച ഭവനമാണ്. അടുത്തൊരു തലമുറയിലേക്ക് ആ കണ്ണുനീരിനെ വിതയ്ക്കാൻ നോക്കുന്നതിന് ഇപ്പോൾ യേശു തന്ന അധികാരത്തിൻ്റെ മേൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ആ ഭവനം, ഈ അടയാളങ്ങൾ കേട്ട ഭവനം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് വിടുതൽ സ്വീകരിച്ചോ. പിതാക്കന്മാർ കരഞ്ഞത് നമ്മൾ കരയത്തില്ല. ക്രിസ്തുവിൻ്റെ ജനറേഷനാണ്, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തമ്പുരാൻ ആ ഭവനത്തിൻ്റെ മേലൊരു അഭിഷേകത്തിൻ്റെ അഗ്നിയാൽ തൊടുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പാ. ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവേ, ഇന്ന് ആ ഭവനത്തെ ഞങ്ങൾ അത്ഭുതകരമായൊരു വിടുതലിന് വേണ്ടി വേർതിരിക്കുന്നു. ആ ഭവനം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണോ അത് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തുറക്കുക. ദൈവത്തിൻ്റെ അത്ഭുതം ഭവനത്തിൻ്റെ മേൽ കർത്താവ് തുറക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള സിസ്റ്ററുടെ ഭവനമാണോ ഈ പറഞ്ഞ പോലെ? അത് കോണിൽ ഒരു ഫ്രിഡ്ജ്, ഓപ്പോസിറ്റ് ഒരു വാഷ് ബേസിൻ, അതിന്റെ ഇങ്ങപ്പുറത്തായിട്ട് പിന്നെ സ്റ്റൗ ഇങ്ങനെ ഇരിപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കുക കേട്ടോ. ആമേൻ, ആമേൻ. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, in the name of Jesus. Holy, ഞാനിപ്പം നമ്മുടെ മീറ്റിംഗിൽ ലോക്ക് ചെയ്യുവാണ്. എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാട്ടോ. ഈ സിംഹത്തിന്റെ ചിത്രമുള്ള ഭവനമാണോ, ലയന്റെ ചിത്രമുള്ള ഭവനമാണോ? അടയാളം ആദ്യം മുതൽ. ഹലോ ബ്രദർ, മേര ഒരു ഡോൾ ഇരിക്കുന്നതിന്റെ പറഞ്ഞായിരുന്നല്ലോ ആദ്യം. ആദ്യം വർഗീസ് എന്റെ ആങ്ങളെയാണ്. ഡോള് എന്റെ വീട്ടില് പൊട്ടിയിട്ട് ആ ഡോളിൽ നിന്ന് വെള്ളം പോയിട്ട് ഡോളിൽ നിന്ന് വെള്ളം പോയിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. ആദ്യമായിട്ട് കേറി വരുന്ന അവിടെയായിട്ട് വെച്ചിരിക്കുക. ഇത് വല്ലോ ഞങ്ങള് കാണാൻ വല്ലോ വഴി ഉണ്ടായിരുന്നോ? ഇല്ല, ഞാന് പഞ്ചാബിലാ സാർ, പിന്നെ എങ്ങനെ കാണാൻ? കണ്ടോ? അതായത് ഞാൻ കണ്ട കാഴ്ച, ഈ പൊട്ടിയ ഡോള് അതിനകത്ത് വെള്ളമൊക്കെ ഒലിച്ചു പോയി അവിടെ തന്നെ ഇരിക്കുവാണ്. ഇതിന്റെ അകത്ത് ഈ സംഭവം ഇരിക്കുന്ന ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് വർഗീസ് എന്നൊരു പേരിനെ കാണിച്ചത് സിസ്റ്ററുടെ ഭവനത്തിലാണ് അല്ലേ? എന്റെ ആങ്ങളെയാ. കണ്ടോ? കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ചിന്തിക്കും നമ്മുടെ വീടിന്റെ അകത്ത് ഒരു വസ്തു പൊട്ടുന്നതും മാറുന്നതും ഒക്കെ ദൈവം അറിയുന്നുണ്ട്. പ്രിയരെ, എത്ര കാഴമായിട്ട് കർത്താവ് ഇടപെട്ട്. ആ ഡോൾ ഇരിക്കുന്നല്ല പറഞ്ഞത്, ആ ഡോള് പൊട്ടി അതിന്റെ അകത്ത് എത്ര പേര് കേട്ടായിരുന്നു വെള്ളം ഒലിച്ചു പോയെന്ന് പറഞ്ഞു. വെള്ളം ഒലിച്ചു പോയി. കണ്ടോ? പോയിട്ട് അവിടെ വെച്ചിരിക്കുവായിരുന്നു. എന്റെ യേശുവേ, കർത്താവ് ഇതെല്ലാം കാണുന്ന പ്രിയരെ. ദൈവം എല്ലാം, നമ്മുടെ കർത്താവിന്റെ വലിയ കൃപ. ഇന്ന് നമ്മളെ ദൈവം കാണുന്ന യേശുവാണ് നമ്മുടെ ദൈവം. സിസ്റ്റർ ആമയും പറഞ്ഞ് പിടിച്ച് ആങ്ങളയ്ക്ക് ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടി പോവാ. ആങ്ങളയ്ക്ക് നിങ്ങളൊരു സാക്ഷ്യമായും ആ കുടുംബത്തിനൊരു സാക്ഷ്യമായി തമ്പുരാൻ മാറ്റാൻ വേണ്ടി പോവാ കേട്ടോ. ആങ്ങളയുടെ ഭവനത്തിന് വെളിച്ചമായി മലമേലിരിക്കുന്ന ഒരു പട്ടണമാക്കി തമ്പുരാൻ മാറ്റാൻ വേണ്ടി പോവാ കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമയും പറഞ്ഞ് സിസ്റ്റർ അത് പിടിച്ച് ആ പ്രവചന ദൂതിനെ പിടിച്ച്. ഓ യേശുവേ, നന്ദി യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, നാളെ നമുക്ക് വുമൺസ് മീറ്റിംഗ് ഉള്ളതാണ്. അതിന് ശനിയാഴ്ച നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ഉള്ളതാണ്. പ്രാർത്ഥനയോടെ തന്നെ ദൈവമക്കൾ റെഡിയായിട്ട്. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നപ്പ. ഈ ശരീരത്ത് വേദന ഉള്ളവർ മാത്രം, ഇപ്പം ഞാൻ മീറ്റിംഗിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ കയറാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ തുടക്കം പറഞ്ഞ പോലെ വീണ്ടും ഒന്ന് ഓർപ്പിക്കുകയാണ്. മാർച്ച് 31 മുതൽ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നു. നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടതിന് നേരിട്ട് വരുന്നുണ്ട്. കാണുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക്
31 തീയതി മാർച്ച് 31 കണ്ണൂരും 6 തീയതി ഏപ്രിൽ മാസം 6 തീയതി ട്രിവാൻഡ്രത്തും ഉണ്ട്. അതിനുശേഷം തൊടുപുഴ, ഇടുക്കി തൊടുപുഴയിലും പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ കോട്ടയത്തും മറ്റു ഭാഗങ്ങളും തൊടുപുഴയുടെ പ്രദേശത്ത് മൂവാറ്റുപുഴയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വരിക. അതിൻ്റെ ഹോളിൻ്റെ ഡീറ്റെയിൽസുകൾ ഈ ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും, എവിടെയാണെന്നുള്ള ലൊക്കേഷൻ പറയുന്നതായിരിക്കും. പ്രത്യേകിച്ച് ലൈവിലെ കാണുന്നവർ ഇന്നൊരു പ്രൊഫറ്റിക്കൽ ഹീലിംഗ്, ഡെലിവറൻസ്, അനോയിൻറ്റിങ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങൾക്കത് കർത്താവിൻ്റെ നാമത്തിൽ ദൈവനിയോഗങ്ങളെ പകരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ ദൈവഹിതങ്ങളെ തിരിച്ചറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയോടെ വരിക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. നമുക്ക് നേരിട്ട് കാണാം, നേരിട്ട് പ്രാർത്ഥിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളാണ്, പാഴാക്കരുതേ. പരിശുദ്ധാത്മാവ് അസാധാരണമായി നിങ്ങൾ എവിടെയാണോ ബ്ലോക്കായി നിൽക്കുന്ന ബ്ലോക്കുകളെ തകർക്കുവാൻ പ്രൊഫറ്റിക്കലി ദൈവം ഇടപെടും. പ്രൊഫറ്റിക്കലി ദൈവം ഡെലിവറൻസ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം, കർത്താവ് ആലോചനയിൽ വിശ്വസ്തനാണ്. ജീസസ് വചനം അയച്ചു വിടിവിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് രോഗികളായി, ശരീരത്തിൻ്റെ അകത്ത് വേദന ഉള്ളവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. വേദനയുണ്ട്, രോഗമുള്ളവർ ഇന്ന് അവർക്ക് അത്ഭുതകരമായ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് നമ്മുടെ അവർ മാത്രം ഇന്ന് വേദന ഉള്ളവരെല്ലാം ഒന്ന് കൈയെടുത്ത് വെച്ച് ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. ഹലോ ബ്രദറെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആലോചനയായിരുന്നു. ഈ ഒരു ഗോൾഡൻ ബാഗ് ഇങ്ങനെ ഇരുമ്പലമാരിക്കകത്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞത് കുറെ വർഷം കൊണ്ട് ഇങ്ങനെ എടുക്കാതെ വെച്ചിരുന്നു, ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞത് ശരിയാ. പിന്നെ ബൈബിൾ അടുത്ത് വായിക്കാനായിട്ട് ഞാൻ വെച്ചിരുന്നത് യശയ്യാവിന്റെ പിന്നെ വചനമാണ് വെച്ചിരുന്നത്. കണ്ടോ സിസ്റ്റർ, ഈ ബാഗ് എത്ര വർഷം അതിനകത്തിരിക്കുന്ന? ഒരു 8 വർഷമാവും, ഒത്തിരി വർഷം കൊണ്ടിരിക്കും. സിസ്റ്റർ, ഞങ്ങൾക്ക് അലമാരി തുറന്ന് കാണാൻ വല്ല വഴിയുണ്ടോ? 8 വർഷം പഴക്കമുള്ള ഈ ബാഗ് കാണാൻ, ഗോൾഡന്റെ ഇത് വള്ളിയുള്ള. കണ്ടോ, ഈ പരിശുദ്ധാത്മാവ് അത് കണ്ട് ഈ ബൈബിളിന്റെ അകത്താണ് യശയ്യാവിന്റെ പുസ്തകം മെൻഷൻ ചെയ്തിരിക്കുന്നത്, എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മുറിക്കകത്ത് വന്ന് ഇത് കാണാൻ വല്ല വഴിയുണ്ടോ? ഒരു വഴിയില്ല. കണ്ട, അപവാദിയായ പിശാച് പ്രവചന ശുശ്രൂഷയെ പലപ്പോഴും ലോകത്തിൽ വിമർശിക്കുമ്പോൾ ദൈവമക്കൾ തിരിച്ചറിയണം, ആഴമായ കാര്യങ്ങൾ, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തെ കാര്യങ്ങളെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുമ്പോൾ ഇന്നൊരു പോഷനെ പോലെ ആമേൻ പറഞ്ഞോണം. സംശയിക്കുന്നവന്റെ പുറകെ പോകാതെ, വിമർശിക്കുന്നവന്റെ പുറകെ പോകാതെ ആത്മാവിൽ അതിനെ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടിയിലാണ് ഉണ്ടാകുന്നത്. കേട്ടോ, കർത്താവിന്റെ അത്ഭുത കരം എന്ന് വെളിപ്പെടും. സിസ്റ്ററെ, ഇന്ന് കർത്താവ് എന്നെ വ്യക്തമായിട്ട് അലമാരിക്കകത്തിരിക്കുന്ന ഈ അത് കുറെ നാളായിട്ടിരിക്കുന്നത്, അത് ഉപയോഗിക്കാതെ യേശുവിന്റെ നാമത്തിൽ ഇതൊരു അടയാളമാണ്. ആ ബാഗിന്റെ പ്രത്യേകതയല്ല, നിങ്ങൾ എന്ന വ്യക്തിയെ കർത്താവ് ഫോക്കസ് ചെയ്ത, കേട്ടോ, ഡെലിവറൻസിനെ കൽപ്പിക്കുന്നത്. ഭവനത്തിന്റെ മേൽ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. ഒരു മേരിയുടെ ഭവനത്തിൽ നിന്നും ദൈവം ഒരു ദൂതനെ പോലെ ഒരാളെ അയക്കും യേശുവിന്റെ നാമത്തിൽ. അത് കുറിച്ച് വെച്ചോണേ. ഓ യേശുവേ, ആ ഭവനത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം നിങ്ങൾക്ക് അയക്കും. അതൊരു അനുഗ്രഹമായി, കുടുംബത്തിൽ എല്ലാവർക്കും ഒരു അനുഗ്രഹമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി ദൈവം അയക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് പിടിച്ചോണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് വേദന ഉള്ളവരെല്ലാം കൈവച്ച്, രോഗികൾ കൈവച്ച്, ഇൻസ്റ്റന്റ് ആയിട്ട് അത്ഭുതം കർത്താവ് ചെയ്യാൻ വേണ്ടി കൈവച്ച്. ഇനിയിപ്പോ സമയത്ത് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സമയമാണ്. കൈവച്ച്, എല്ലാവരും കൈവച്ച്. ഇതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കൈയെടുത്ത് വെച്ച് സമയം ഒത്തിരി മുന്നോട്ട് പോയി കൈവച്ച് ഇന്ന് എനിക്കൊരു അത്ഭുതം വേണം, ഇന്ന് എനിക്കൊരു സൗഖ്യം വേണം, ഇന്ന് എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു കടഭാരത്തിന്റെ അകത്തുനിന്ന് എനിക്ക് മോചനം, എനിക്ക് മിറക്കിൾ മണി എനിക്ക് വേണം. ഓ, എന്റെ കുടുംബത്തിന്റെ അകത്ത് എനിക്കൊരു ഡെലിവറൻസ് ആവശ്യമാണെന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നിരിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൽപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് തീ ഇറങ്ങും, അഭിഷേകത്തിന്റെ അഗ്നിയെ തമ്പുരാൻ ഇറക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകത്തിന്റെ ശക്തികൾ, നുകങ്ങൾ ഒടിക്കാൻ വേണ്ടി പോവുക. ചില നിമിഷങ്ങളൊന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ കൂടെ, എൻ്റെ ശരീരം ഒരു നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവര് സ്വന്തം ശരീരത്തിൽ കൈയെടുത്ത് വെച്ച വേദനയുള്ള ഭാഗം എവിടെയാണോ കൈവെക്കാൻ പറ്റുന്ന ഭാഗത്താണെ കൈവെക്കുക. ഇന്ന് ഏത് രോഗമാണോ, ഇന്ന് വേദന പൂർണ്ണ വിടുതല യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ആ രോഗം ഇത് കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്തോണം, മിറക്കിൾ നടക്കും. ഇൻ ദ നെയിം കൈവച്ച് യേശു എന്റെ രോഗത്തെ വഹിച്ചു. ഉറക്കെ പറ, യേശു എന്റെ രോഗത്തെ വഹിച്ചു, യേശു എന്റെ വേദന ചുമന്നു, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ കൂടെ പറ, എന്റെ ശരീരം യേശുവിന്റെ മന്ദിരമാണ്, എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. മന്ദിരത്തെ നശിപ്പിക്കാൻ കയറിയ രോഗം ഇന്ന് നശിക്കും. ഇന്ന് മന്ദിരം നശിപ്പിക്കാൻ കയറിയ വേദന ഇന്ന് നശിക്കും. ഇന്ന് മന്ദിരം നശിപ്പിക്കാൻ കയറിയ പൈശാചിക രോഗശക്തികൾ, പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് കത്തിപ്പോകുക. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈവച്ച് ഇപ്പോൾ അത്ഭുത സൗഖ്യം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേദനകൾ വിട്ടുമാറും.
ഓ ലോഡ്, യേശു എന്റെ രോഗത്തെ വഹിച്ചു, എന്റെ വേദന ചുമന്നു. ഇന്ന് ശരീരത്തിന്റെ അകത്ത് വേദന ഉള്ളവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. പ്രത്യക്ഷമായി എനിക്ക് വേദന അറിയാൻ പറ്റുന്നു എന്ന് പറയുന്നവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. അവര് മാത്രം. പിന്നെ കാലിന് വേദനയുണ്ട്. എവിടെയാന്ന് പറയണ്ട. കൈവച്ച് വേദനയുള്ളവരെല്ലാം കൈവച്ച്. ഇതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് പറയണം എന്താണ് വ്യത്യാസം. കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവ് ഞങ്ങളുടെ വേദന ചുമന്നതാണ്. പറഞ്ഞ കർത്താവ് എന്റെ വേദന ചുമന്നതാണ്, ഞാൻ വേദന അനുഭവിക്കത്തില്ല. കർത്താവ് എന്റെ രോഗം ചുമന്നതാണ്, ഞാൻ രോഗം അനുഭവിക്കത്തില്ല. കർത്താവ് എനിക്ക് എന്റെ ദുഃഖങ്ങളെ വഹിച്ചതാണ്, ഞാൻ ദുഃഖിച്ചിരിക്കത്തില്ല. കർത്താവ് എന്റെ തകർച്ച അനുഭവിച്ചതാണ്, ഞാൻ തകരത്തില്ല. കർത്താവ് എന്റെ നാശത്തെ വഹിച്ചതാണ്, ഞാൻ നശിക്കത്തില്ല. യേശുവിന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ മുറിവിനാൽ ഇപ്പോൾ തന്നെ എന്റെ മേൽ അത്ഭുത വിടുതൽ ഞാൻ ആമേൻ പറഞ്ഞു സ്വീകരിക്കുന്നു. യേശുവേ, പുതിയ അവയവങ്ങളെ കാഴ്ച വർദ്ധിക്കുക കേട്ടോ. കണ്ണാടിയുടെ സഹായമില്ലാതെ കാണുകയാ, കേൾവി വർദ്ധിക്കുകയാണ്, നടക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ തുള്ളിയും ചാടിയും മുടന്തൻ ഡാൻസ് കളിച്ച് ദൈവത്തെ ആരാധിച്ചതുപോലെ healing in the name of Jesus, healing in the name of Jesus, healing in the name of Jesus, healing in the name of Jesus. അത്ഭുത സൗഖ്യം വ്യാപരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഒന്ന് കൈയെടുത്ത് ആ വേദന ഉണ്ടെന്ന് പറഞ്ഞ് കൈവച്ചവരൊക്കെ നോക്കിക്കേ. അവര് മാത്രം ഒന്ന് ചെക്ക് ചെയ്തേ, എന്താ വ്യത്യാസം. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ വ്യത്യാസം, അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കും. എന്റെ നടുവിന് വേദന ഉണ്ടായിരുന്നു, അത് മാറി. എത്ര നാള് സിസ്റ്റർ നടുവിന് വേദന ഉണ്ടായിരുന്നു? നടുവിന് ഒരു 6 മാസം കൊണ്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ഇപ്പൊ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നു? പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? പ്രാർത്ഥിച്ചപ്പോ അത് മാറിയത്. ഇപ്പൊ വേദന ഇല്ല അവിടെ? വേദനയില്ല. ഓ, എന്റെ യേശു തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാള് നോക്കിക്കൊന്ന് ചെക്ക് ചെയ്ത്, എന്താണോ ബുദ്ധിമുട്ട് ഒന്ന് ചെക്ക് ചെയ്ത്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. പറയാനുള്ളവര് മാത്രം ഒന്ന് മൈക്ക് മ്യൂട്ട് മാറ്റിക്ക്, ഒന്ന് ചെക്ക് ചെയ്ത്. ആ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? എനിക്കൊരു വേദന ഉണ്ടായിരുന്നു പറഞ്ഞ് അവര് മാത്രം. ഹലോ ബ്രദർ, ഇന്നലെ പിന്നെ ഇതുപോലെ ബ്രദർ പറഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥിച്ച് യൂറിൻ സംബന്ധമായിട്ടുള്ള വേദനയായിരുന്നു. നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക്, ഇതെന്തോ വലിയ രോഗം എന്നൊക്കെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച്. ബ്രദർ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ദൈവം അത്ഭുത സൗഖ്യം തന്നു. ഇന്ന് ഇതുവരെ ആ വേദനയില്ല. എത്ര നാൾ വേദന അനുഭവിച്ചായിരുന്നു? കുറച്ച് ദിവസം കൊണ്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് വരും, പിന്നെ കാണില്ല. ഇപ്പൊ അത് പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു. പൂർണ്ണ സൗഖ്യമായി ബ്രദർ. ഓ, എന്റെ യേശു. ഭയം ഉണ്ടായിരുന്നല്ലേ, വേറെന്തോ രോഗമാണെന്നുള്ളത്. ഇപ്പൊ സൗഖ്യമായപ്പോ ഭയവും വിട്ടുപോയി. കർത്താവിന്റെ വചനം. അലർജി പേഷ്യന്റ് ആണ്. എനിക്ക് അലോപ്പതി ഒരു മരുന്നും കഴിച്ചൂടാ, ആന്റിബയോട്ടിക് ഒന്നും. ഞാൻ എന്ത് മരുന്ന് കഴിക്കുക? എന്റെ യേശു എനിക്ക് സൗഖ്യം തരുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പറഞ്ഞു കർത്താവ് അതിശയമായിട്ട് എനിക്ക് സൗഖ്യം തന്നു. നന്ദി യേശു. അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു, അത്ഭുതത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? കാലുവേദന ഉണ്ടായിരുന്നു, എന്റെ കാലുവേദന ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, പ്രാർത്ഥിക്കുമ്പോൾ കുറയും, പിന്നെ വീണ്ടും വരുവേ. ഇപ്പൊ വേദന വീണ്ടും കുറഞ്ഞു. കർത്താവിന്റെ ആൾ ഇനി മേല വരത്തില്ല കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. അടുത്ത ആള് ചെക്ക് ചെയ്തേ. വേദന ഉണ്ടെന്ന് പറഞ്ഞവര് ഒന്ന് ചെക്ക് ചെയ്ത് എന്താണ്. എന്റെ ഇടത്തെ ചെവിയില് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വേദന വരും. അപ്പൊ ആ പല്ലിലോട്ടും ചെവിക്ക് തൊണ്ടയിലോട്ടും ഒക്കെ ആ വേദന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. പ്രാർത്ഥിക്കുമ്പോ മാറും, പിന്നെയും വരും. ഇപ്പൊ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് ബ്രദർ പറഞ്ഞപ്പോ ചെവിയിലോട്ട് കൈവച്ച് മുഖത്തിന്റെ ആ സൈഡ് മൊത്തം വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം ഇങ്ങനെ നെറുകയിൽ നിന്ന് ഇങ്ങനെ എന്തോ ഇങ്ങനെ താഴോട്ട് വരുന്ന പോലെ ഇങ്ങനെ തോന്നിയിട്ട് ആ വേദന അങ്ങ് പോയി. ദുഷ്ടശക്തി ഇറങ്ങിപ്പോയത് കേട്ടോ.
ആ വേദന കൊണ്ടുവരുന്ന തലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയത് ഫീൽ ചെയ്യുന്ന പറഞ്ഞത് ആ വേദന കൊണ്ടുവന്ന ശക്തി ഇറങ്ങിപ്പോയതാണ് കർത്താവ് കൊടുത്ത. ഇപ്പൊ വേദന ഒട്ടുമില്ല. ഇല്ല. ഓ യേശു അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത്. ഒരു ബുദ്ധിമുട്ടും വേണ്ട. എന്താണോ കഴിയുക, തിരിച്ചോ മറിച്ചോ എവിടെയാണോ വേദന ഉണ്ടായിരുന്നത് എടുത്തോ. ഇനി ഉയർത്താൻ കഴിയാത്ത ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഉയർത്തി നോക്കിയിട്ട് വേഗത്തിൽ പറഞ്ഞു. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഇന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് ഈ പാസ്റ്ററെ ഒരു വിവരം പറയാനായിരുന്നു. രാജു എന്നൊരു പേര് ആദ്യം പറഞ്ഞില്ലയോ പാസ്റ്റർ? അത് എന്റെ പിന്നെ ഹസ്ബൻഡിന്റെ ബ്രദറാ. പുള്ളിയ കുടുംബത്താ. ആ കുടുംബത്തില് ഭയങ്കര ശാപമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റർ ബാക്കി വെളിപ്പെട്ട് എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടായിരുന്നോ? എല്ലാവരും ഭയങ്കര കരച്ചിലും അവിടെ വന്ന എല്ലാവരും കരഞ്ഞ് ഒക്കെയാ അവിടുന്ന് പിരിഞ്ഞത്. പറഞ്ഞായിരുന്നല്ലോ അത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോളം കരച്ചിലിനെ നീക്കി തമ്പുരാൻ സന്തോഷം കൊണ്ടുവരാൻ ഇടയാക്കി തരും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബ്രദറെ, ഇന്നലെ ഒരു ബൈബിളിന്റെ ഭവനത്തെ പറ്റി ബ്രദർ ഒരു പ്രവചനം പറഞ്ഞിരുന്നു. ഏപ്രിൽ മാസത്തില് ബൈജുവിന്റെ ഭാര്യ ഏപ്രിൽ മാസത്തിലുള്ള എന്റെ തൊട്ടടുത്ത വീട്ടിലെ അത് ഏറ്റെടുത്ത സിസ്റ്റർ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇന്ന് മുതൽ കർത്താവിന്റെ വലിയ പ്രവർത്തിയെ തമ്പുരാൻ വെളിപ്പെടുത്തും കേട്ടോ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ ബ്രദർ. ബ്രദറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓഗസ്റ്റിൽ ജനിച്ച ഒരു ആളുടെ ഭവനത്തില് ആ വ്യക്തി ദൈവം തൊടുന്നു. അതെന്റെ മകളാണ്. ഓഗസ്റ്റ് 8 ജനിച്ചത്. യേശുവിനെ അത് സ്വീകരിച്ചോട്ടെ. കർത്താവിന്റെ സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റും. കേൾക്കുന്നുണ്ട്. പറഞ്ഞുണ്ടോ? എനിക്കൊരു കാര്യം പറയാം. എന്റെ പറമ്പിന്റെ പുറകുവശത്തായിട്ട് മെയിൻ വഴിയിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ ഒരു തകിട് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ 2-3 മാസമായിട്ട് രാത്രി വന്ന് ഇടിച്ചിടിച്ച് ശല്യം ഉണ്ടാക്കുക. അതിനോട് ചേർന്നൊരു വാടകക്കാരൻ താമസിക്കുന്നുണ്ട്. ഇത് ഒരുപാട് ശല്യമായിട്ടുണ്ട്. ഗേറ്റ് തുറന്നിടുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോ പ്രിയ മക്കൾക്ക് സമാധാനം കിട്ടുന്ന എല്ലാ വിഷയങ്ങളും ഇന്ന് യേശുവിൽ പിടിച്ചു കെട്ടുന്നു. അതിനെ യേശുവിന്റെ നാമത്തിൽ അറസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ആ കുടുംബത്തിന്റെ ഒരു സമാധാനം വാഴട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ. ഈ സമയത്ത് സാക്ഷിയുള്ള ആൾക്കാർ വേഗത്തിൽ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവർ. ബ്രദറെ, എന്റെ പേര് റീത്ത എന്നാണ്. ഇന്നലെ ബ്രദർ മഹാവീരനെ പോലെ യഹോവ എന്റെ കൂടെയുണ്ട്, എന്നെ ഉപദ്രവിക്കുന്ന ഇടറി വീഴുമെന്ന് ഭയങ്കരമായിട്ട് ഇന്നലെ ശക്തമായിട്ട് ബ്രദർ പറഞ്ഞിരുന്നു. ഞാൻ അത് വെച്ച് എന്റെ വചനം വെച്ച് ഞാൻ ഇന്നലെ മുഴുവൻ പ്രാർത്ഥിച്ചു. എന്റെ ഒരു ബിസിനസ്സിൽ എനിക്കൊരു ഇൻക്രിമെന്റിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ അതിന്റെ ഒരു 12 മണിക്ക് അതിന്റെ ഒരു പേയ്മെന്റ് പോയപ്പോ 12:01 പോയി. അതൊരു ഇന്റർനാഷണൽ കമ്പനി ആയിരുന്നു. ആ കമ്പനിയിൽ നിന്ന് എനിക്കത് ഇത് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മോളിൽ നിന്നുള്ളവരൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. പക്ഷെ എനിക്കത് കിട്ടിയില്ല. പക്ഷെ ഇന്നലെ രാത്രി മുഴുവനും ഞാൻ ഈ ഒരു വചനം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് രാവിലെ എനിക്കതിന്ന് കിട്ടി. ഞാൻ ആ ഒരു റെക്കഗ്നേഷന് ഞാൻ അർഹയായി. ബിസിനസ് എന്റെ ഉയർന്നു. അതിനെനിക്ക് പ്രത്യേകം ഞാൻ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ആളെ ബ്രദർ പറഞ്ഞ അന്ന് തൊട്ട് ഇതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യമാണ്. എന്നോട് എതിർക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാരും എനിക്ക് അനുകൂലമെങ്കിലും എനിക്ക് പ്രതികൂലമായിട്ട് ആര് നിൽക്കുമെന്ന് ഇന്നലെ ബ്രദർ പറഞ്ഞത്. ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇന്ന് എനിക്ക് കമ്പനിയിൽ നിന്ന് അതിന്റെ റെക്കഗ്നേഷൻ വന്നു, ലെറ്റർ വന്നു. നന്ദി കർത്താവ്. വലിയൊരു സാക്ഷ്യമാണ് അവര് പറഞ്ഞത്. ഇന്നലെ ആ കേട്ട വചനത്തിന്റെ അകത്തു നിന്നൊരു വിടുതലുണ്ടായി. അതാണ് പറഞ്ഞത്. വചന ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. വചനം അയച്ച് ദൈവം നമ്മളെ വിടുവിക്കുന്നു. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച വിഷയമാണ്. ദൈവം അത്ഭുതമായ ആ രാത്രി തന്നെ ഡെലിവറൻസ് നടത്തി ഇന്ന് സാക്ഷ്യമാക്കി പ്രിയ മകൾ യേശു മാറ്റില്ല. ഗോഡ് ബ്ലസ് യു. ഇനി അനേകർക്ക് വെളിച്ചമായി തീരും. വചനം പറഞ്ഞ് യുദ്ധം ചെയ്യുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ പറഞ്ഞോട്ടെ. ഞാന് പറഞ്ഞു.
ഇന്ന് എനിക്ക് നടുവിന് പെട്ടെന്നൊരു വേദനയുണ്ടായി. എനിക്ക് നടക്കാൻ പോലും വയ്യായിരുന്നു. ചെറുകെ നടന്ന് ഞാൻ വൈകിട്ടത്തെ ഡിന്നർ ഉണ്ടാക്കാനൊക്കെ കുറെ പ്രയാസമായിരുന്നു. പക്ഷെ ഇപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ പ്രയാസം പെട്ടെന്ന് മാറിയത്. ഓ യേശു അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. ആ രോഗശക്തി വിട്ടുമാറിയതാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബ്രദറെ, എന്തോ ഇന്നലെ ഒരു ദൂത് പറഞ്ഞു പ്രിൻസിയുടെ അത് ഈ മാർച്ച് മാസത്തിൽ ജനിച്ച എന്റെ ചേച്ചിയുടെ മക്കളിലുണ്ട്. മാർച്ച് മാസത്തിലാണ് ജനിച്ചേക്കുന്നത്. ഇന്നത് സ്വീകരിച്ചോ ബ്രദറെ സിസ്റ്ററെ? യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഇന്നലെ എനിക്ക് സൂമിന് പറയാൻ പറ്റിയില്ല. സൂം മാറ്റാൻ മ്യൂട്ട് മാറ്റാൻ പറ്റിയിട്ടില്ലായിരുന്നു ബ്രദറെ. ഞാൻ നിന്റെ കൈയുടെ വേദന, കൈക്ക് ഭയങ്കരമായ വേദനയായിരുന്നു. 2 ദിവസങ്ങളായിട്ട് ഭയങ്കര വേദനയായിരുന്നു ബ്രദറെ. ഞാൻ വീട്ടിൽ വന്നപ്പോഴെൻ്റെ കൈക്ക്, ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴെൻ്റെ കൈ അനക്കാനൊന്നും വയ്യാത്ത വളരെയേറെ ഭാരത്താലായിരുന്നു ബ്രദറെ. പക്ഷെ നമ്മുടെ ആ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ബ്രദർ പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതിന് മുന്നേ വരെ ഭയങ്കര വേദനയായിരുന്നു. അത് അല്പം ഒരു ആശ്വാസം എനിക്ക് കിട്ടി. എന്നാൽ ബ്രദർ പറഞ്ഞായിരുന്നു നമ്മളെ ആശ്വാസം അത് പൂർണ്ണ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ രാത്രി നമ്മുടെ സൂം മീറ്റിംഗ് കഴിഞ്ഞ് ഒരു 1:30-2:30 വരെ ഞാനിരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കർത്താവെ, രാവിലെ എണീക്കുമ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബ്രദറെ. എന്നാൽ അത്ഭുതകരമായിട്ട് കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം എനിക്ക് തന്നു ബ്രദറെ. അത് വലിയ അത്ഭുതമായി ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ലിസ എന്നൊരു പേരുള്ള ഒരു ഭവനത്തില് ഒക്ടോബർ മാസം ജനിച്ചൊരു തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്റെ ചേച്ചിയുടെ മോനാണ് ബ്രദറെ. അത് ഞാൻ സാക്ഷ്യമായി കാണുന്നു. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റി എന്ന് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ ദൈവമക്കളെ വിട്ടുകൊടുക്കരുത്. യേശു ജീവിക്കുന്നു. നമ്മളും കർത്താവിന്റെ കൂടെ ജീവനിൽ വാഴുക തന്നെ ചെയ്യും. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുക. വലിയ പ്രവൃത്തിയാൽ കർത്താവ് നിറക്കി. ഞാൻ തൽക്കാലം ഇന്ന് ഞാൻ നമ്മുടെ സാക്ഷ്യങ്ങളെ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുക തന്നെ ചെയ്യും. യേശു നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില ആൾക്കാർ നമ്മുടെ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചോദിക്കുന്നുണ്ട്. സ്ക്രീനിൽ നിന്ന് കൂടെ കാണാൻ പറ്റുന്നത്. കൂടാതെ ഇന്ന് മുതൽ ഗ്രൂപ്പുകളിലേക്ക് ഞാനിത് ഷെയർ ചെയ്യുന്നതായിരിക്കും. കർത്താവിൻ്റെ വരാൻ പോകുന്ന പ്രാർത്ഥന, പ്രത്യേകിച്ച് മാർച്ചിൽ ഏപ്രിൽ നടക്കാൻ പോകുന്ന വലിയ മീറ്റിങ്ങുകൾക്ക് വേണ്ടി വിതയ്ക്കുവാൻ ആഗ്രഹമുള്ളവർ പ്രത്യേകിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് വിതയ്ക്കുക, അത് നോക്കുക. കർത്താവ് ഹൃദയത്തിൽ അവനവന് തോന്നുന്ന വിതയ്ക്കുക. വലിയ കൊയ്ത്തിന് വേണ്ടി ദേശത്ത് ആത്മാക്കളെ കൊയ്യുവാൻ ലഭിക്കുന്ന അവസരമാണ്. അതിനെനിക്കൊരു ഭാഗമാകാൻ കിട്ടുന്ന അവസരമാണ്. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വലിയ കൊയ്ത്തിനായി നിങ്ങളെ വേർതിരിക്കട്ടെ. കൊടുക്കുന്നവന് ബൈബിൾ പറഞ്ഞ പോലെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെടുത്തുവല്ല, വിതയ്ക്കുകയാണ്. വിതയ്ക്കുന്നവൻ കൊയ്യും. വാരി വീതറി നിറയ്ക്കുന്ന സമ്പത്തുണ്ടാകട്ടെ. എല്ലാ മേഖലയും അനുഗ്രഹിക്കപ്പെടട്ടെ. നന്മ നിറയട്ടെ. ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നപ്പോൾ ദിനവൃത്താന്തം പറഞ്ഞ പോലെ ഞാൻ കർത്താവിങ്കിൽ നിന്ന് വാങ്ങി നിനക്ക് തരികയാണപ്പോൾ. അപ്പോൾ അങ്ങ് തന്നതല്ലാതെ ഒന്നുമില്ലപ്പാ. യേശു തന്ന നന്മയിൽ നിന്ന് വിതച്ചത് അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനമുണ്ടാകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. വലിയ പ്രവൃത്തിയാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. ലൈവിൽ കാണുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സാഹചര്യങ്ങളെ ദൈവം ഒരുക്കട്ടെ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ. ഗോഡ് ബ്ലസ് യു.